السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനരായ നേതാക്കന്മാരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന KMCCയുടെ അഭിവന്ദ്യരായ നേതാക്കന്മാരെ, ബേപ്പൂർ മണ്ഡലം KMCCയുടെ സജീവരായ നേതൃത്വത്തിലും അണിയിലുമുള്ള സഹോദരങ്ങളെ, KMCCയുടെ പ്രവർത്തകരും അല്ലാത്തവരുമായ സുഹൃത്തുക്കൾ, ബേപ്പൂർ മണ്ഡലം KMCC സംഘടിപ്പിച്ചിട്ടുള്ള ഈ നേതൃസ്മൃതിയിലേക്ക് എന്നെ ക്ഷണിച്ച സഹോദരങ്ങളോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് ആമുഖമായി. ഒപ്പം തന്നെ ഇവിടെ സന്നിഹിതരായ നേതാക്കന്മാർ, അവരോടെല്ലാമുള്ള കടപ്പാടും സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഈ ഹോസ്പിറ്റലിൻ്റെ ഇതേപോലെയുള്ളൊരു ഹാൾ നമ്മുടെ ഈ സംസാരത്തിന് വേണ്ടി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എപ്പോഴും നൽകി സഹകരിക്കുന്ന ഇതിൻ്റെ അധികൃതരോട്, വിശേഷിച്ചും എൻ്റെ സ്നേഹിതൻ കൂടിയായ ഇതിൻ്റെ സ്നേഹിതന്മാരായ തങ്ങളും ഷറഫും, അവരോടെല്ലാമുള്ള കടപ്പാടുകൾ അനുസ്മരിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ 70ാം സ്ഥാപക ദിനമാണിന്ന്. 69 വർഷങ്ങൾക്ക് മുൻപ് 1948 മാർച്ച് മാസം 10-ാം തീയതിയാണ് മദീനാശിയിലെ രാജാജി ഹാളിൽ വെച്ച് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിറക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തെ സ്മരിക്കുവാൻ ഒരു പ്രഭാഷണം കൊണ്ട് പോയിട്ട് ഒരായുഷ്കാലം കൊണ്ട് കഴിയുമോ എന്നെനിക്ക് സംശയമാണ്. കാരണം ചെറുതും വലുതുമായ സംഭാവനകളും ബലിദാനങ്ങളും നൽകി പ്രസ്ഥാനത്തിനു വേണ്ടി
ജീവിച്ചു മരിച്ച ഒരുപാട് ആളുകൾ. അവർ വലിയ നേതാക്കളുണ്ടായിരുന്നു, ചെറിയ നേതാക്കളുണ്ടായിരുന്നു. നേതൃത്വം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തെ സ്മരിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ഓർമ്മ വരാറുള്ളത് സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന പുസ്തകമാണ്. നേതൃപാടവരംഗത്തെ ബൈബിളായി അറിയപ്പെടുന്ന, ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ച ലീഡർഷിപ്പ് എക്സ്പേർട്സിൽ, നേതൃപാടവ വിദഗ്ധന്മാരിൽ അഗ്രേസരനായി അറിയപ്പെടുന്ന സ്റ്റീഫൻ കോവയുടെ പ്രസിദ്ധമായ ഗ്രന്ഥം. സമൂഹത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച, ഏറ്റവും അധികം ഇഫക്റ്റീവായ, ഏറ്റവും അധികം വിജയിച്ച ആളുകൾ, അത് കച്ചവടത്തിൻ്റെ രംഗത്താണെങ്കിലും രാഷ്ട്ര നിർമ്മാണ രംഗത്താണെങ്കിലും എല്ലാം വിജയിച്ച ആളുകളുടെ 7 പ്രധാനപ്പെട്ട ഹാബിറ്റുകൾ, 7 പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ ആണ് കോവെ ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത്. ആ പുസ്തകം രചിക്കപ്പെട്ട് ഒരുവിധം ലോകഭാഷകളിലേക്കല്ല, മലയാളമടക്കം എല്ലാ ലോകഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തപ്പെട്ടതിന് ശേഷം അദ്ദേഹം 8th ഹാബിറ്റ് എന്ന ഒരു പുതിയ പുസ്തകം കൂടി എഴുതി. 8ാമത്തെ സ്വഭാവം എന്നർത്ഥം. ഈ 8 സ്വഭാവങ്ങളും വിജയത്തിനാവശ്യമായ അടിസ്ഥാന മന്ത്രങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അത് ഭൗതികമായ വിജയത്തിനാണ് ഉദ്ദേശിക്കുന്നത്. കച്ചവടത്തിൻ്റെ രംഗത്താണെങ്കിലും ഫാക്ടറികളുടെ രംഗത്താണെങ്കിലും ഔദ്യോഗിക രംഗങ്ങളിലാണെങ്കിലും എല്ലാം വിജയത്തിനാവശ്യമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ. അതിലൊന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ബി പ്രോ ആക്റ്റീവ് എന്നാണ്. പ്രോ ആക്റ്റീവ് എന്ന പദം ഇംഗ്ലീഷിൽ ഏറെ പ്രയോഗിക്കപ്പെടുന്നൊരു പദമല്ല. പ്രോ ആക്റ്റീവ് എന്ന പദം നേർക്കുനേരെ അർത്ഥം പറയാനുള്ള മലയാള പദങ്ങളുമില്ല. ഇംഗ്ലീഷിൽ തന്നെ അത് പറയാറുള്ളത് റിയാക്റ്റീവ് അല്ലാതിരിക്കുക എന്നാണ് പ്രോ ആക്റ്റീവിന് അർത്ഥമെന്നാണ്. വിശദീകരിച്ചാൽ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ആ യാത്ര തടസ്സപ്പെടുത്തുന്ന രൂപത്തിൽ പല സ്ഥലത്തു നിന്നും പലതും ഉണ്ടാകുന്നു. അവയോട് പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ യാത്ര മറന്നു പോകാതെ ആ പ്രതികരണങ്ങളടക്കം യാത്രക്ക് വേണ്ടിയുള്ള ഉപയോഗക്ഷമമായ മാർഗങ്ങളായി സ്വീകരിക്കുക എന്നതാണ് പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പ്രോ ആക്റ്റീവായൊരു സംഭവമായിട്ടാണ് നേതൃപാടവരംഗത്തൊരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ഞാൻ 1948 മാർച്ച് മാസം 10-ാം തീയതിയിലെ രാജാജി ഹാളിലെ ഖായിദെ മില്ലത്തിൻ്റെ സംസാരത്തെ കാണുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ത്യയിൽ അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറയാനുള്ള നെഞ്ചൂക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്ര നിർമ്മാണ സഭയിലിരിക്കുന്ന ഉന്നതന്മാരെ വെറുപ്പിക്കലാണ്. അതോടൊപ്പം തന്നെ സമുദായത്തെ മൊത്തത്തിൽ നിരാകരിക്കലാണ്. മൊത്തത്തിലുള്ള സമുദായത്തിൻ്റെ അവസ്ഥ അന്നതാണ്. മുസ്ലിം ലീഗിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്ത്യ രാജ്യത്ത് സർവേന്ത്യ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്
പാകിസ്ഥാനായി വിഭജിക്കപ്പെട്ട് പാകിസ്ഥാനിൻ്റെ ഭരണ സംവിധാനങ്ങളുമായി പോയ സന്ദർഭത്തിൽ സ്വാഭാവികമായും രാജ്യത്തെ വെട്ടിമുറിച്ചവർ എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗ് എന്ന പേരും മുസ്ലിം സമുദായവും ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് പുതിയ കാലഘട്ടത്തിലെ ചില സമുദായ സേവകന്മാർക്ക് മനസ്സിലായതുപോലെ തൽക്കാലം പേരുള്ളിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് രഹസ്യാത്മകമായി പ്രവർത്തിക്കാമെന്ന് തോന്നാതെ ഏതൊരു ലക്ഷ്യത്തിലേക്കാണോ ഈ സമുദായം നടന്നു പോകേണ്ടത് അതിലേക്ക് നടന്നു പോകണമെങ്കിൽ ഈ പേരും ആ പേരിനാവശ്യമായ ചൂരുമുണ്ടാകണം, അതിനുള്ള ധൈര്യവും ഉണ്ടാകണം എന്ന് പ്രഖ്യാപിക്കുന്ന സമ്മേളനമാണ് 1948 മാർച്ച് മാസം 10-ാം തീയതി. നമുക്കിന്ന് അതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ എളുപ്പമാണ്. കൂടെ നിന്ന് മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആളുകൾ വിളിച്ചു കൂട്ടിക്കൊണ്ട് മുസ്ലിം ലീഗ് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ചരിത്രത്തിൽ നമുക്കറിയാം, 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ രാജ്യവും അതിൻ്റെ തലേന്ന് പാകിസ്ഥാനും സ്വതന്ത്രമായപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അറിയപ്പെടുന്ന അന്നത്തെ നേതാക്കന്മാരിൽ ഒരാൾ ഹുസൈൻ ഷഹീദ് സുഹർവർദി, അദ്ദേഹമാണ് 1947 നവംബർ മാസം 9, 10 തീയതികളിൽ കൽക്കട്ടയിലുള്ള സ്വന്തം വീട്ടിലേക്ക് അന്നത്തെ മുസ്ലിം നേതാക്കളെ മുഴുവനും വിളിച്ചു വരുത്തുന്നത്, മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ. ആ വിളിച്ചു വരുത്തിയതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ട്. അതിനുശേഷം 1956 മുതൽ അദ്ദേഹം സുഹർവർദി 1956 മുതൽ പാകിസ്ഥാനിൻ്റെ പ്രധാനമന്ത്രിയാണ്. അങ്ങനെയുള്ള ഒരാൾ, അഥവാ കഴിഞ്ഞ പതിറ്റാണ്ടുകൾ ഇവരോടൊപ്പമെല്ലാം മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് വേണ്ടി, പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന് പോരാടിയ നേതൃരംഗത്തുള്ള ആളുകളിൽപ്പെട്ട അദ്ദേഹമാണ് വിളിച്ചു ചേർത്തുകൊണ്ട് മൊത്തത്തിൽ മുസ്ലിം ലീഗ് ഇനി ആവശ്യമില്ല, ഇനി മുസ്ലിം ലീഗ് പിരിച്ചുവിടണം, ഇനിയും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രാഷ്ട്രീയമായി സംഘടിച്ചുകൂടാ. രാഷ്ട്രീയമായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സംഘടിക്കുക എന്ന് പറഞ്ഞാൽ അത് അപകടകരമാണ്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ദേശീയ പ്രസ്ഥാനത്തിൽ അലിഞ്ഞു ചേരുകയാണ് നമ്മൾ വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ ന്യായം പറഞ്ഞുകൊണ്ട് ഉത്തരേന്ത്യയിലെ മൗലാനമാരിൽ പലരെയും നേരത്തെ തന്നെ അദ്ദേഹത്തിന് അനുകൂലമായി സംസാരിക്കുവാനുള്ള ചട്ടം കെട്ടിക്കൊണ്ട് നടത്തിയ മീറ്റിങ്ങിൽ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് മലബാറിൽ നിന്ന് പോയ രണ്ട് മനുഷ്യന്മാരാണ്. അതൊന്ന് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്, മറ്റൊന്ന് ഷേറെ കേരള എന്നറിയപ്പെട്ട KMCD സാഹിബ്. അവരവിടെ നിന്ന് വാദിച്ചത്, ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞത്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരു കാലഘട്ടത്തിലും സംഘടിക്കാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ മുസ്ലിം ലീഗ് പിരിച്ചുവിടാം, അത് ആവശ്യമില്ല എന്ന് പറയാം, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രമേയം, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരിക്കലും സംഘടിച്ചുകൂടാ, രാഷ്ട്രീയമായി സംഘടിച്ചുകൂടാ എന്ന് പറയാൻ എന്താണ് അധികാരം എന്ന് ചോദിച്ചുകൊണ്ടാണ്, അത് പറഞ്ഞപ്പോഴാണ് ഉത്തരേന്ത്യയിലെ മൗലാനമാർക്കടക്കം ഇവർ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് വിചാരിച്ച് എന്ന് കരുതുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് പിരിച്ചുവിടാൻ വേണ്ടി കൂടിയ യോഗം ഇനി മുസ്ലിം ലീഗ് ഉണ്ടായിക്കൂടാ എന്ന് തീരുമാനിക്കാൻ വേണ്ടി കൂടിയ യോഗം പിരിഞ്ഞു പോവുകയും ചെയ്യുന്നത്. സുഹർവർദി പിന്നീട് പറഞ്ഞത്രേ, ഒരുപാട് പ്രതീക്ഷയോട് കൂടിയ ആ യോഗം ദക്ഷിണേന്ത്യയിൽ നിന്ന് വന്ന 2 ദ്രാവിഡന്മാർ തകർത്ത് കളഞ്ഞു. ആ ദ്രാവിഡന്മാരാണ്
ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഭാവി ഭാഗധേയത്തിന് യഥാർത്ഥത്തിൽ അനിവാര്യം രാഷ്ട്രീയമായ ന്യൂനപക്ഷത്തിന്റെ സംഘാടനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അന്ന് മുതൽ ആ രൂപത്തിലുള്ള ഒരു സംരംഭത്തിന് വേണ്ടിയുള്ള വലിയ ദീപശിഖയുമായി അന്ന് പ്രയാണം ആരംഭിച്ചത്. ഏകദേശം ആ സമയത്ത് തന്നെയാണ് കറാച്ചിയിൽ വെച്ചുള്ള സർവേന്ത്യാ മുസ്ലിം ലീഗിന്റെ അവസാനത്തെ സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് പോയവരും ഇവരെല്ലാം തന്നെയായിരുന്നു. അവിടെ വെച്ച് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനോട് അന്നത്തെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നവാബ് ലിയാഖത്ത് അലി ഖാൻ പറഞ്ഞ ചില വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങൾക്ക് വശംവദനാകാതെ ഖായിദെ മില്ലത്ത് പ്രതികരിച്ചത് ഇന്ത്യൻ മുസ്ലിമിന്റെ ഭാവിയും ഭാഗധേയവും എന്താണ് എന്ന് കൃത്യമായി നിർണയിച്ചുകൊണ്ടായിരുന്നു. ലിയാഖത്ത് അലി ഖാൻ നമ്മൾ ഇന്നലെ വരെ ഒന്നിച്ച് പണിയെടുത്തവരാണ്, നമ്മൾ ഒരുമിച്ച് പടപൊരുതിയവരാണ്, നമ്മൾ ഒരേ ആശയങ്ങൾ പങ്കുവച്ചവരാണ്. പക്ഷേ ഇന്നു മുതൽ താങ്കൾ പാകിസ്ഥാനിന്റെ പൗരനാണ്, ഞാൻ ഇന്ത്യയിലെ മുസ്ലിമാണ്. ഞങ്ങൾക്ക് രണ്ട് ആവശ്യങ്ങളെ നിങ്ങളോട് പറയാനുള്ളൂ. ഒന്നാമത്തെ ആവശ്യം, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഒരിക്കലും അതിലിടപെടരുത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. ആ ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ മറ്റൊരു രാജ്യത്തെ മുസ്ലിമാണ്, മറ്റൊരു രാജ്യത്തിന്റെ നേതൃത്വത്തിലുള്ളവരാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട് ഇന്ത്യ രാജ്യമാണ് ഇന്ന് മുതൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രശ്നങ്ങളും മുസ്ലിങ്ങളുടെ പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഞങ്ങൾ അതിന് സംവിധാനം ഉണ്ടാക്കിക്കൊള്ളാം. രണ്ടാമത്തെ കാര്യം, ഇവിടെ കുറെ ന്യൂനപക്ഷങ്ങളുണ്ട്. തീർച്ചയായും പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ അവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ്, ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്. അദ്ദേഹം പറഞ്ഞത്, ലിയാഖത്ത് അലി ഖാൻ, ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടായി എന്ന് ഞങ്ങൾ കേൾക്കുന്ന ഒരവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത്. ഇതാണ് മുസ്ലിം ലീഗിന്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങളുടെ പ്രഖ്യാപനമാണത് എന്ന് പറയാൻ കാരണം. ഈ രണ്ട് കാര്യങ്ങളെ നിങ്ങളുടെ ആവശ്യമുള്ളൂ. ലിയാഖത്ത് അലി ഖാൻ പറഞ്ഞു, അല്ല, നമ്മൾ ഒരുമിച്ച് പിരിച്ചുണ്ടാക്കിയ പൈസയുണ്ട്, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗമുണ്ട്. ഞങ്ങൾ സർവേന്ത്യാ മുസ്ലിം ലീഗിന്റെ ഭാഗമല്ല ഇന്നു മുതൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തും ആവശ്യമില്ല. 1-2 രൂപയുടെ കാര്യമല്ല അന്നത്തെ അവസ്ഥയിൽ, ലക്ഷക്കണക്കിന് രൂപയുടെ കാര്യം. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇവിടെ നമ്മൾ കാണുന്നത് കൃത്യമായ പ്രോ ആക്ടിവിറ്റിയാണ്. എന്താണ് അന്നത്തെ അവസ്ഥയിലുള്ള സമൂഹത്തിന്റെ പ്രതികരണം എന്ന് നോക്കാതെ, എന്ത് സംഭവിക്കുമെന്ന് നോക്കാതെ, എന്താണോ നമ്മൾ ലക്ഷ്യമാക്കുന്നത് ആ ലക്ഷ്യം വിശുദ്ധമാണെങ്കിൽ, ആ ലക്ഷ്യം ശരിയാണെങ്കിൽ, ആ ലക്ഷ്യം സത്യമാണെങ്കിൽ, ആ ലക്ഷ്യം ധർമ്മമാണെങ്കിൽ, ആ ലക്ഷ്യം അള്ളാഹുവും പ്രവാചകനും അനുവദിച്ച ലക്ഷ്യമാണെങ്കിൽ, ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ വഴിയിലെ തടസ്സങ്ങളോ വഴിയിലെ കുപ്പിച്ചില്ലുകളോ അതല്ലെങ്കിൽ പൂമാലകളോ അതിനൊരു തടസ്സമാവില്ല എന്ന പ്രഖ്യാപനത്തോടു കൂടിയുള്ള, നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള മുന്നോട്ടുള്ള പോക്ക്. പറഞ്ഞതുപോലെ 948 മുസ്ലിം ലീഗിന്റെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് മുൻപ് തന്നെ മുസ്ലിം ലീഗുകാരാണ് അവർ. മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന്റെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ മുസ്ലിം ലീഗുകാർ പോലും ചിലപ്പോൾ ചോദിച്ചു പോകാറുണ്ട്, എങ്കിലും മറ്റൊരു പേരിട്ടടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ ഭാഗം തന്നെ ഇത് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, മുസ്ലിം കോൺഗ്രസ് നിട്ടൂടായിരുന്നു, മുസ്ലിം ഓർഗനൈസേഷൻ നിട്ടൂടായിരുന്നു, മുസ്ലിം യൂണിയൻ നിട്ടൂടായിരുന്നു. അത് യഥാർത്ഥത്തിൽ എന്തൊരു ദർശനമാണോ പങ്കുവെക്കപ്പെട്ടത് ആ ദർശനത്തിന്റെ പൊതു സ്വഭാവത്തെ ദ്യോതിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ മുസ്ലിം ലീഗിന്റെ ചരിത്രം പിന്നിലേക്ക് പോയാൽ ഈ പ്രോ ആക്ടിവിറ്റിയാണ് എവിടെയും നമുക്ക് കാണാൻ കഴിയുക.
1857 പോകണം മുസ്ലിം ലീഗിന്റെ ചരിത്രം നമ്മൾ ചെയ്യുമ്പോൾ. 1857 ഇന്ത്യ രാജ്യത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടുകയും ബ്രിട്ടീഷ് രാജ് വരികയും ചെയ്യുന്നു. അതിനു മുമ്പ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. ഈ ബ്രിട്ടീഷ് രാജ് വന്നതിന് ശേഷം ഇന്ത്യ രാജ്യം, പ്രത്യേകിച്ച് ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തിയതിനു ശേഷം ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളുമാകുന്ന ഈ ആളുകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത്, ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ക്രൂരമായ തേർവാഴ്ചകൾ നടന്നിരുന്ന സമയത്ത്, ആ സമയത്താണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ഭാഗധേയത്തിന്റെ അടിസ്ഥാന ശില്പിയായി മാറിയ സർ സയ്യിദ് അഹമ്മദ് ഖാൻ നമ്മുടെ പതിതാവസ്ഥയ്ക്ക് എന്താണ് കാരണമെന്ന് ചിന്തിക്കാൻ ആരംഭിക്കുന്നത്. ആ ചിന്തയാണ് അദ്ദേഹത്തെ ബ്രിട്ടൻ അടക്കമുള്ള ലോക രാജ്യങ്ങളിൽ സഞ്ചരിക്കുവാൻ പ്രേരിപ്പിച്ചത്. 1877 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന് കൃത്യം 20 വർഷങ്ങൾക്ക് ശേഷം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആംഗ്ലോ മുഹമ്മദൻ സ്കൂൾ ആരംഭിക്കുമ്പോൾ അത് കേവലം ഒരു സ്കൂളായിരുന്നില്ല, അത് വലിയ രാഷ്ട്രീയമുള്ള വലിയൊരു സ്ഥാപനമായിരുന്നു. ആ രാഷ്ട്രീയം വേറെയൊന്നുമല്ല, മുസ്ലിങ്ങൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച്, അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അവർ എങ്ങനെ ഒരു രാജ്യത്ത് ഒരു പുതിയ കാലഘട്ടത്തിലെ സെക്കുലർ ഡെമോക്രസിയോട് എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യമായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത്. മുസ്ലിങ്ങളെ വിദ്യാഭ്യസിപ്പിക്കുക എന്നത് പുതിയ കാലത്ത് ചില രാഷ്ട്രീയമായ ദൗത്യങ്ങൾ ഉണ്ടായിരുന്നു അതിന്. ആ രാഷ്ട്രീയ ദൗത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ ലോക സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരും. ലോകത്ത് അതുവരെയുണ്ടായിരുന്ന കോളനികളും സാമ്രാജ്യത്വവും രാജഭരണവും എല്ലാം അവസാനിച്ച് ലോകരാഷ്ട്രങ്ങൾ സെക്കുലർ ഡെമോക്രസിയിലേക്ക് നടന്നുപോയിക്കൊണ്ടിരുന്ന സമയം. ആ സമയത്ത് പക്ഷേ നമുക്ക് പരിചയമുണ്ടായിരുന്നത് പഴയ കാലത്ത് ആയോധനങ്ങളായിരുന്നു, പോരാട്ടങ്ങളായിരുന്നു. ഇന്ത്യയിലെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 1498 മെയ് മാസം 10-ാം തീയതി വാസ്കോഡി ഗാമ കപ്പലിറങ്ങിയത് മുതൽ അവരോട് പോരാടി നിന്നതിൻ്റെ ചരിത്ര പാരമ്പര്യമുണ്ടായിരുന്നു. പക്ഷെ പുതിയ കാലത്ത് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പോരാടണമെങ്കിൽ കേവലമായ ആയോധന മുറകളുണ്ടായാൽ പോരാ എന്നും അതിന് വലിയ ബൗദ്ധിക സമ്പത്ത് ആവശ്യമാണ് എന്നും തിരിച്ചറിഞ്ഞ ഉത്തരേന്ത്യയിലെ മഹാ നേതാവാണ് മഹാനായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അതേപോലെ തിരിച്ചറിഞ്ഞ ദക്ഷിണേന്ത്യയിലെ ഒരു മഹാപണ്ഡിതനായിരുന്നു സയ്യിദ് സനാഉല്ലാ മഖ്തി തങ്ങൾ. രണ്ടുപേരും ഒരേ രൂപത്തിൽ ചിന്തിച്ച ആളുകളായിരുന്നു. അവിടെ നിന്ന് നമ്മൾ സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പിന്നീട് നമ്മൾ കാണുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ കലാലയത്തിൽ നിന്ന് പിന്നീട് ആ കലാലയമാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആയത്. ആ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അതിൽ നിന്ന് പുറത്തു വന്ന ആളുകൾ ആധുനിക കാലഘട്ടത്തിലെ ഇന്ത്യയിലെ മുസ്ലിമിന്റെ അവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിടത്ത് നിന്നാണ് മുസ്ലിം ലീഗ് പറക്കുന്നത്. ഒരുപാട് ചർച്ചകൾ ഉണ്ടായി. 1900-ങ്ങളുടെ തുടക്കം നമ്മൾ കാണും. 1900-ങ്ങളുടെ തുടക്കത്തിലുണ്ടായ ചർച്ചകൾ 1906 ഒക്ടോബർ മാസം 1-ാം തീയതിയാണ് മിന്റോ പ്രഭുവിനെ ആഗാഖാന്റെ നേതൃത്വത്തിലുള്ള 35 ആളുകൾ പോയി കണ്ട് ഒരു നിവേദനം കൊടുക്കുന്നത്, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, അവകാശങ്ങൾ ചോദിച്ചുകൊണ്ട്. ആ വർഷം തന്നെ ഡിസംബർ മാസം 30-ാം തീയതിയാണ് ധാക്കയിൽ വെച്ചുള്ള ഒരു സമ്മേളനത്തിൽ മുസ്ലിം ലീഗ്, സർവേന്ത്യ മുസ്ലിം ലീഗ് പറക്കുന്നത്.
അന്ന് കേരളത്തിലേക്ക് മുസ്ലിം ലീഗിന്റെ കാറ്റ് അങ്ങനെയൊന്നും വീശിയിട്ടില്ല. 1909 തന്റെ 19ാമത്തെ വയസ്സിൽ മദ്രാസിൽ ബിരുദ പഠനത്തിനും പിന്നീട് പഠനത്തിനും വേണ്ടി ചെന്ന വി പോക്കർ സാഹിബ്, അദ്ദേഹമാണ് കേരളത്തിലേക്ക് മുസ്ലിം ലീഗിന്റെ ശബ്ദവുമായി ആദ്യമായി കടന്നു വന്നയാൾ. വി പോക്കർ സാഹിബ് ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു. വി പോക്കർ സാഹിബ് ഓക്സ്ഫോർഡ് ഭാഷയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കാൻ അക്കാലഘട്ടത്തിലെ ഒരു മാപ്പിള അങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാൻ ആകർഷകമായിരുന്നു എന്ന കാലഘട്ടത്തിലെ ആളുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം വലിയ നിയമജ്ഞനായിരുന്നു, രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു. അദ്ദേഹമാണ് നമ്മൾ ഇന്നും ഓർക്കേണ്ടത്. ഏക സിവിൽ കോഡിന്റെ പുതിയ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ ഏക സിവിൽ കോഡ് നമ്മുടെ തലക്ക് മുകളിൽ തൂങ്ങുകയും ആ ഏക സിവിൽ കോഡിനെ കാണിച്ച് ഓരോ ഗവൺമെന്റുകൾ മാറി വരുമ്പോഴും ഇതാ ഏക സിവിൽ കോഡ്, ഇതാ ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഈ ഏക സിവിൽ കോഡ് ഉൾപ്പെടുത്തുവാൻ, ഏക സിവിൽ കോഡിനെ കുറിച്ചുള്ള ഡയറക്ടറി പ്രിൻസിപ്പൽ മാർഗനിർദ്ദേശക തത്വം ഉൾപ്പെടുത്തിയ സന്ദർഭത്തിൽ തന്നെ അതിനെതിരെ ആദ്യമായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിച്ചയാൾ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. ഖായിദെ മില്ലത്ത് അദ്ദേഹമായ ഭാഷയിൽ പറഞ്ഞു നിർത്തി. അതിനുശേഷം അതിന് കൃത്യമായി മറുപടിയില്ലാതിരുന്നപ്പോൾ പോക്കർ സാഹിബ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഭരണഘടന നിർമ്മാണ സഭയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പോക്കർ സാഹിബ് ചെയ്ത അന്നത്തെ പ്രസംഗം ഇന്ന് നമുക്ക് ഉപലബ്ധമാണ്, നമ്മൾ വായിക്കണം. അത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ തലക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ആ വാള്, അപകടകരമായ വാൾ, മുസ്ലിങ്ങളുടെ അസ്തിത്വവും ആദർശവും ഏത് സമയവും ചോദ്യം ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ തുടങ്ങിക്കിടക്കുന്ന വാളിനെ ഇന്നത്തെ ഫാഷിസ്റ്റ് ഗവൺമെന്റ് എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് മുസ്ലിം സമുദായം 14 നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ, സ്വന്തം മതപരമായ അസ്തിത്വത്തെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള അവകാശം, ഇത് 14 നൂറ്റാണ്ടായി ആരും മുസ്ലിങ്ങൾക്ക് നിഷേധിച്ചിട്ടില്ല. മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വന്ന സമയം മുതൽ, കേരളത്തിലേക്ക് മാലിക് ദീനാറും കൂട്ടരും കടന്നു വന്ന സമയം മുതൽ ഒരുപാട് ഭരണങ്ങൾ മാറി, ഒരുപാട് ഭരണ സംവിധാനങ്ങൾ ഉണ്ടായി. പക്ഷേ മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഒരു സമയത്തും ഒരു സർക്കാർ നിഷേധിക്കാത്ത ആ സ്വാതന്ത്ര്യത്തിന് നേരെ ഇന്ന് ഈ ഒരു വകുപ്പെടുത്തുകൊണ്ട് പുതിയ ഫാഷിസ്റ്റ് സർക്കാർ പോരാടാൻ ഇറങ്ങുമ്പോൾ നമ്മൾ അന്ന് മഹാനായ പോക്കർ സാഹിബ് 70 വർഷങ്ങൾക്ക് മുമ്പ് നിയമനിർമ്മാണ സഭയിൽ നടത്തിയ ശക്തമായ ഇടപെടൽ ഓർക്കേണ്ടതുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇത് അപകടകരമാണ്, ഇന്ത്യയുടെ ബഹുസ്വരതയെ തകർക്കുന്നതാണിത്, ഇന്ത്യ അനുവർത്തിച്ചു പോകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ കടക്കാണിത് കത്തിവെക്കുന്നത്, എന്നും മുസ്ലിങ്ങൾക്ക് ഇത് പ്രയാസമുണ്ടാക്കും. ന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും മാത്രമല്ല, ഹിന്ദു സമൂഹത്തിൽ പോലും മതമനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് പ്രയാസമുണ്ടാക്കും. അതുകൊണ്ട് ഇതെടുത്ത് കളയണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഭരണഘടന ശില്പിയായിരുന്ന, അല്ലെങ്കിൽ ശില്പികളിൽ നേതാവായിരുന്ന BR അംബേദ്കർ പക്ഷേ പോക്കർ സാഹിബിന്റെ അന്നത്തെ അഭിപ്രായത്തെ സരസമായി തള്ളിക്കൊണ്ട് പറഞ്ഞത്, എല്ലാവരും 100% അംഗീകരിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ ഇത്തരം ഒരു മാർഗനിർദ്ദേശക തത്വം പ്രയോഗത്തിൽ വരികയുള്ളൂ എന്നാണ്. അദ്ദേഹം മുസ്ലിം വിരുദ്ധനായിരുന്നില്ല, ന്യൂനപക്ഷങ്ങൾക്ക് അവകാശങ്ങൾ വേണമെന്ന് തന്നെ ആഗ്രഹിച്ചയാളായിരുന്നു. പക്ഷേ യൂറോപ്പിലും പാശ്ചാത്യ നാടുകളിലുമെല്ലാമുള്ള ഭരണഘടനയുടെ മോഡലിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ
സ്വാഭാവികമായും ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് കൺട്രിക്ക് ഒരു കോമൺ സിവിൽ കോഡ് വേണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായത്. അതിന് അദ്ദേഹം ന്യായീകരണം കണ്ടെത്തിയത്. പക്ഷേ ആ ന്യായീകരണം ഇന്ന് എവിടേക്ക് പോകുന്നു എന്ന് നമ്മൾ കണ്ടറിയണം. UP ഇലക്ഷനും കൂടി കഴിഞ്ഞാൽ അതിന്റെ ഫലം ഫാഷിസ്റ്റുകൾക്ക് അനുകൂലമാണെങ്കിൽ നിയമനിർമ്മാണ സഭകളിൽ 1980കളുടെ മധ്യത്തിൽ ഇന്ത്യയിലെ തെരുവുകളിൽ മുസ്ലിങ്ങൾ പോരാടിയതുപോലെ പോരാടേണ്ട, ശരീഅത്ത് സംരക്ഷണത്തിന് പോരാടേണ്ട ഒരവസ്ഥയുണ്ടാകുമോ എന്ന് നമ്മൾ സംശയിക്കണം. അവിടെ നമ്മൾ വീണ്ടും ഓർക്കുന്നു, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി നിന്ന മഹാനായ ബനാത്ത് വാല സാഹിബിന്, ഗുലാം മഹ്മൂദ് ബനാത്ത് വാല. അദ്ദേഹം 1986 പഴയ നമ്മുടെ കേരളത്തിൻ്റെ, നമ്മുടെ മലബാറിന്റെ സന്തതിയായ പോക്കർ സാഹിബിന്റെ അതേ ശൈലിയിൽ നടത്തിയൊരു പ്രഭാഷണമുണ്ട്. അന്ന് നമുക്ക് മലബാറിന്റെ സന്തതിയ ആയിരുന്നില്ല അദ്ദേഹം, പക്ഷേ മലബാറിന്റെ രാഷ്ട്രീയ നേതാവായിരുന്നു. ഒരു സമയത്ത് ഏക സിവിൽ കോഡിനെതിരെയുള്ള സമരത്തിൽ മലബാറിന്റെ സന്തതിയായ ബി പോക്കർ സാഹിബ് അദ്ദേഹത്തിന്റെ ശക്തമായ നിയമജ്ഞാനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പോരാടിയെങ്കിൽ, ഇതേ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് 1986 ഇസ്ലാമിക ശരീഅത്തിനെതിരെയുള്ള നിയമമുണ്ടാക്കണം എന്ന രൂപത്തിലുള്ള സുപ്രീം കോടതി അടക്കമുള്ള, ചന്ദ്രചൂഡൻ അടക്കമുള്ള ആളുകൾ, കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം ആളുകൾ, അവരെല്ലാം തന്നെ ഒരുമിച്ച് നിന്ന സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിലാണ് എന്താണ് ശരീഅത്ത് എന്നും എന്താണ് മുസ്ലിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നും സൂചിപ്പിച്ചുകൊണ്ട് ബനാത്ത് വാല സാഹിബ് നടത്തുന്ന ഉജ്ജ്വലമായ പ്രഭാഷണം. പുതിയ തലമുറ അത് കേൾക്കേണ്ടതാണ്. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പഴയ പോക്കർ സാഹിബിന്റെ അതേ മാർഗം ഉപയോഗിക്കുകയായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ അദ്ദേഹം രാഷ്ട്രീയമായി അന്ന് മുസ്ലിം ലീഗിനുള്ള ബന്ധത്തെ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ മഹാപണ്ഡിതന്മാർ അദ്ദേഹത്തെ പോയി കാണുവാനുള്ള വഴിയൊരുക്കുകയാണ്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ പോയി കാണുവാനുള്ള വഴിയൊരുക്കുകയാണ് ചെയ്തത്. രാജീവ് ഗാന്ധിയെ പോയി കണ്ടു. മൗലാന അബുൽ ഹസൻ അദി നദിവി അടക്കമുള്ള ഇന്ത്യയിലെ പണ്ഡിതന്മാർ ഗുലാം മുഹമ്മദ് ബനാത്ത് വാല സാഹിബിന്റെ കൂടെ രാജീവ് ഗാന്ധിയെ പോയി കാണാൻ ഈ പണ്ഡിതന്മാർ പോകുന്ന സമയത്ത് ഇന്ത്യ സംഭാവന ചെയ്ത മഹാപണ്ഡിതന്മാരിൽ ഒരു മഹത് വ്യക്തിയായ അലിമിയാൻ എന്ന് വിളിക്കപ്പെടുന്ന അബുൽ ഹസൻ അലി നദവി സാഹിബ് ലോകത്തെങ്ങുമുള്ള ഇന്ത്യൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്ത, മുസ്ലിങ്ങളെ, നിങ്ങൾ പാതിരാത്രിയിൽ ഉണർന്നു കിടന്ന് തഹജ്ജുദ് നമസ്കരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം അല്ലാഹുവിനോട്. ഈ സമുദായത്തിന്റെ ഇസ്സത്ത്, ഈ സമുദായം 14 നൂറ്റാണ്ടുകളായി അനുഭവിച്ചു വരുന്ന സ്വാതന്ത്ര്യങ്ങളുടെ മുഴുവനും അടിവേററുക്കുന്ന ഈ നിയമത്തെ അനുവദിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് മനസ്സിൽ തോന്നിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മക്കയിലും മദീനയിലുമെല്ലാമുള്ള മുസ്ലിങ്ങളോട് അദ്ദേഹം പ്രത്യേകം അഭ്യർത്ഥിച്ചു. അതിന്റെ ഫലം ബനാത്ത് വാല സാഹിബിന്റെ പ്രസംഗത്തിൽ നിന്ന് തന്നെ മുസ്ലിങ്ങളുടെ പ്രശ്നം എന്താണ്, പ്രയാസം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരുന്ന, അതിനുശേഷം പണ്ഡിതന്മാരിൽ നിന്ന് എന്താണ് അതിനുള്ള പരിഹാരമെന്ന് കൂടി മനസ്സിലായപ്പോൾ 1986 മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടാവുകയാണ്. ആ ആക്ട് ബനാത്ത് വാലയുടെ കൈകളിലൂടെയാണ് ഉണ്ടായത്. ബനാത്ത് വാല സാഹിബ് ആ ആക്ട് അവതരിപ്പിക്കുവാൻ വേണ്ടി പാർലമെന്റിൽ പാതിരാക്ക് ഒരുമിച്ച് കൂട്ടി രാജീവ് ഗാന്ധി സർക്കാർ അവിടെയുള്ള
കോൺഗ്രസ് MP-മാർക്ക് വിപ്പ് കൊടുത്തുകൊണ്ട് എല്ലാവരും പങ്കെടുക്കേണ്ടതുണ്ട് പൂർണ്ണമായും എന്ന് പറഞ്ഞ് നിർബന്ധിതമായി പാസാക്കിയെടുത്തത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ചരിത്രത്തിൽ മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ കൂടി തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെടേണ്ടതാണ്. അവിടെ നിന്ന് പോക്കർ സാഹിബ്, ഞാൻ പറഞ്ഞു വന്നത് 1909 വി പോക്കർ സാഹിബ് മദ്രാസിലേക്ക് പോയി. ഈ മദ്രാസിലേക്ക് പഠനത്തിന് വേണ്ടി പോയ സന്ദർഭത്തിലാണ് അദ്ദേഹം മുസ്ലിം ലീഗുമായി അടുക്കുവാൻ ആരംഭിക്കുന്നത്. അദ്ദേഹത്തെ പോലെയുള്ള ഒറ്റപ്പെട്ട വ്യക്തികൾ മാത്രമേ അക്കാലഘട്ടത്തിൽ സർവേന്ത്യ മുസ്ലിം ലീഗിൽ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ കേരളത്തിൽ കത്തിപ്പടർന്ന വലിയൊരു ആവേശമുണ്ടായിരുന്നു. അത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആവേശമായിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനം ദേശീയ സമരത്തിന്റെ ഭാഗമായതോടുകൂടി മൗലാന മുഹമ്മദ് അലിയുടെയും മൗലാന ഷൗക്കത്ത് അലിയുടെയും ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലേക്ക് വന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ശക്തമായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ വഴി ഖിലാഫത്ത് പ്രസ്ഥാനം കേരളത്തിൽ വേരൂന്നാൻ തുടങ്ങി. ഖിലാഫത്ത് പ്രസ്ഥാനത്തിലേക്ക് മുസ്ലിങ്ങൾ ആകർഷിക്കപ്പെട്ടു. അതുവരെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് കേവലം ഒരു വരേണ്യ വർഗ വർത്തമാനം മാത്രമായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു വരേണ്യ വർഗ വർത്തമാനം മാത്രം. ഈ സമയത്താണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിലേക്ക് മുസ്ലിം സാധാരണക്കാർ കൂട്ടം കൂട്ടമായി ആകർഷിക്കപ്പെടുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. തിരൂരങ്ങാടിയിൽ ആലി മുസ്ലിയാരും MK ഹാജിയും KM മൗലവിയുമെല്ലാം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരായിരുന്നു. ഈ ഖിലാഫത്ത് പ്രസ്ഥാനം ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിലും അഹിംസാ പ്രസ്ഥാനത്തിലുമെല്ലാം അധിഷ്ഠിതമായി തന്നെയാണ് മുന്നോട്ട് പോയത്. പക്ഷേ അതിനെ വഴിതിരിച്ചു വിടുവാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ പരിശ്രമങ്ങളുണ്ടായി. അത് എക്കാലഘട്ടത്തിലും അങ്ങനെയാണ്. സമാധാനകാംക്ഷികളെയാണ് ഭരണാധികാരികൾ ഭീകരന്മാരായി അവതരിപ്പിച്ച് അവരുടെ വായ മൂടിക്കെട്ടാനാണ് ശ്രമിക്കുക. അത് എന്നും അങ്ങനെയാണ്. അന്ന് ആലി മുസ്ലിയാരാണെങ്കിലും KM മൗലവി ആണെങ്കിലും MK ഹാജി ആണെങ്കിലും അവിടെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആണെങ്കിലും ചെമ്പ്രശ്ശേരി തങ്ങളാണെങ്കിലും ആര് തന്നെയാണെങ്കിലും അവരൊന്നും തന്നെ കലാപം നടത്താൻ ആഹ്വാനം ചെയ്യുന്ന ആളുകളായിരുന്നില്ല. അവർ ദേശീയ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. മൗലാന മുഹമ്മദ് അലിയുടെയും ഷൗക്കത്ത് അലിയുടെയും ആളുകളായിരുന്നു അവർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് വാദിച്ചവരായിരുന്നു. ബ്രിട്ടീഷുകാർ പോകണമെന്ന് പറഞ്ഞവരായിരുന്നു. ബ്രിട്ടീഷുകാർ ലോക മുസ്ലിങ്ങളെ ചതിച്ചു എന്ന് വിശ്വസിച്ചവരായിരുന്നു. തുർക്കി ഖിലാഫത്ത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ വാക്ക് പാലിക്കാതെ ലോക മുസ്ലിങ്ങളെ ചതിച്ച ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടണമെന്ന് പറഞ്ഞ ആളുകളായിരുന്നു. ഇതെല്ലാം ശരിയാണ്. പക്ഷേ സമാധാനപൂർവമായി നടന്നു വന്നിരുന്ന ആ സമരത്തെ മുക്കിക്കൊല്ലേണ്ടത് ബ്രിട്ടീഷുകാരൻ്റെ ആവശ്യമായിരുന്നു. ആ ബ്രിട്ടീഷുകാരൻ്റെ സമർത്ഥമായ തലച്ചോറിൽ രൂപപ്പെട്ട ചില കുതന്ത്രങ്ങൾ വഴിയാണ് 1921 ഓഗസ്റ്റ് മാസം 20-ാം തീയതി മുതൽ നടന്ന മലബാർ കലാപം ഉണ്ടായത്. മലബാർ കലാപം, അതിന്റെ ചരിത്രം നമുക്കറിയാം, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആലി മുസ്ലിയാരെ ആ കലാപത്തിന്റെ ഫലമായി തൂക്കിക്കൊന്നു. മഹാനായ ആലി മുസ്ലിയാർ ഈ കലാപത്തിന്റെ രക്തസാക്ഷിയായി തീർന്നു. സമാധാനകാംക്ഷിയായിരുന്ന അദ്ദേഹം മുസ്ലിയാർ മറ്റൊരു സമാധാനകാംക്ഷിയായിരുന്ന വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും ചെമ്പ്രശ്ശേരി തങ്ങളെയും മലപ്പുറം കോട്ടക്കുന്നിൽ വെച്ച് പരസ്യമായി വെടിവെച്ചു കൊന്നു. വലിയ പാഠങ്ങളായിരുന്നു ബ്രിട്ടീഷുകാർ നൽകിക്കൊണ്ടിരുന്നത്. ഈ കലാപം നടന്നത് തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രിട്ടീഷുകാരുടെ ദുഷ്ടലാക്കിൽ നിന്നുണ്ടായ കുതന്ത്രങ്ങളുടെ ഫലമായിരുന്നു.
ആ കലാപം ഓഗസ്റ്റ് 20 നടന്നതിന് ശേഷം ഓഗസ്റ്റ് 25 പൂക്കോട്ടൂർ യുദ്ധമുണ്ടാകുന്നത്. പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നിന്നും മലപ്പുറത്ത് നിന്നും എത്തിയ പോലീസും പട്ടാളവും പൂക്കോട്ടൂർ വളയാണ്. പൂക്കോട്ടൂരിലാണ് അന്ന് കലാപമുണ്ടാക്കിയ ആളുകൾ ഒളിച്ചിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളയാണ്. ആ സന്ദർഭത്തിലാണ് ബ്രിട്ടീഷ് പട്ടാളക്കാർ മുകളിലേക്ക് വെടിവെക്കുകയും ആ സമയത്ത് നാഗം മുടക്കിക്കൊണ്ട് മാപ്പിളമാർ കൂട്ടം കൂട്ടമായി കുന്തവും വാളുമായി വന്ന് ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടകൾക്ക് വിധേയമായി കൂട്ടമായി മരിക്കുകയും ചെയ്യുന്നത്. 258 പേരാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ മാപ്പിളമാർ മരണപ്പെട്ടത്. ആകെ മലബാർ കലാപത്തിന്റെ ബാക്കി പത്രം എന്ന് പറഞ്ഞാൽ 10,000-ഓളം മാപ്പിളമാർ കൊല്ലപ്പെട്ടതായിരുന്നു. 20,000-ഓളം മാപ്പിളമാർ അന്തമാനിലേക്ക് നാടുകടത്തപ്പെട്ടതായിരുന്നു. 50,000-ഓളം മാപ്പിളമാർ ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ ജയിലുകളിൽ പാർപ്പിക്കപ്പെട്ടതായിരുന്നു. ഇതായിരുന്നു ആ കലാപത്തിന്റെ ബാക്കി പത്രം. അന്തമാനിലേക്ക് നാടുകടത്തപ്പെട്ട മാപ്പിളമാർ അവിടെ തിരൂരും മലപ്പുറവും മഞ്ചേരിയും വണ്ടൂരും മണ്ണാർക്കാടും സൃഷ്ടിച്ച് ഞങ്ങളുടെ നാട് തന്നെയാണ് ഇത് എന്ന് വിശ്വസിച്ച് അവിടെ ജീവിക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായി അന്തമാൻ, കാട്ടുജാതിക്കാർ മാത്രമുണ്ടായിരുന്ന അന്തമാൻ ഇന്ന് പുരോഗമിച്ച ഒരു കേന്ദ്രഭരണ പ്രദേശമായി തീർന്നു. ഇങ്ങനെ മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുരിതങ്ങൾ സംഭാവന ചെയ്തു ഈ മലബാർ കലാപം. മുസ്ലിം കുട്ടികൾ ഒരുപാട് അനാഥരായി, സ്ത്രീകൾ വിധവകളായി. ഈ സമയത്ത് ഈ കലാപം ഇല്ലാതെയാക്കുവാൻ വേണ്ടി ശ്രമിച്ച 2 പേരായിരുന്നു, ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിട്ടില്ലാത്ത 2 പേരായിരുന്നു. ഒന്ന് തിരൂരങ്ങാടിയിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ നേതാവായിരുന്ന KM മൗലവിയും കോഴിക്കോട്ടുണ്ടായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ അവർ ബെല്ലാരി സെൻട്രൽ ജയിലിൽ അടച്ചു. KM മൗലവിക്കെതിരെ ഗൂഢാലോചന നടക്കുകയും അവർ പിടിച്ചുകൊണ്ടുപോയി കൊല്ലും എന്ന വാർത്ത മനസ്സിലാക്കുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹം കൊടുങ്ങല്ലൂരിലേക്ക് നാടുവിടുന്നത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അവിടെ അടക്കപ്പെട്ടപ്പോ, ബെല്ലാരി സെൻട്രൽ ജയിലിൽ അടക്കപ്പെട്ടപ്പോ മദ്രാസിലെ ഒരു പത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതി തുടങ്ങിക്കൊണ്ടാണ് പിൽക്കാലഘട്ടത്തിൽ കേരളത്തിന്റെ സിംഹമായി മാറിയ KM സീതി സാഹിബ് രാഷ്ട്രീയ രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. KM സീതി സാഹിബ് കൊടുങ്ങല്ലൂരിലെ വർത്തക പ്രധാനിയായിരുന്ന സീതി മുഹമ്മദ് സാഹിബിന്റെ മകനാണ്. സീതി മുഹമ്മദ് സാഹിബ് ദേശീയത എന്താണ് എന്ന് പോലും പലർക്കും പിൽക്കാല ദേശീയ നേതാക്കന്മാർക്ക് അറിയാതിരുന്ന കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം നടന്നു പോവുകയും ദേശീയ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റുക മാത്രമല്ല അതിന് സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്തയാളായിരുന്നു. നമ്മളുടെ രക്ഷിതാക്കൾ അറിയണം, ഈ സീതി മുഹമ്മദ് സാഹിബിന്റെ നേരത്തെ പറഞ്ഞ പ്രോ ആക്റ്റീവായിട്ടുള്ള എന്താകണം എൻ്റെ മകൻ എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രവർത്തനം വഴി തന്നെയാണ് KM സീതി സാഹിബ് എന്ന മഹാൻ ഉണ്ടായത് എന്ന് നമുക്ക് പറയാൻ കഴിയും. പുതിയ ഭാഷയിൽ പറഞ്ഞാൽ സീതി മുഹമ്മദ് സാഹിബിന്റെ പോസിറ്റീവ് പാരന്റിങ്ങിന്റെ സൃഷ്ടിയാണ് KM സീതി സാഹിബ് എന്ന ദിഷണാശാലി എന്ന യാഥാർത്ഥ്യം. സീതി മുഹമ്മദ് സാഹിബിന് ഇംഗ്ലീഷ് അറിയില്ല. അദ്ദേഹം ഒരുപാട് പണമുള്ളയാളാണ്, തറവാട് ആ രൂപത്തിലുള്ള തറവാടാണ്. ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അന്ന് എഴുത്തും വായനയും നിഷിദ്ധമായി കരുതപ്പെട്ടിരുന്ന ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയാണെന്ന് കരുതിയിരുന്ന ഒരു സമയത്ത് സമുദായ സമുദ്ധാരണത്തിന് വേണ്ടി സ്കൂൾ തുടങ്ങുന്നത്. ആ സ്കൂൾ തുടങ്ങിയിട്ട് സീതി മുഹമ്മദ് സാഹിബ് സ്വന്തം മക്കളെയും മറ്റുള്ളവരെയും വിളിച്ചു ചേർത്തുകയാണ് സ്കൂളിൽ. അതേപോലെ തന്നെ ഷെയ്ഖ് ഹമദാനി തങ്ങളുടെ
മുസ്ലിം സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനാവുകയും അഹമ്മദാനി തങ്ങളെ കൊടുങ്ങല്ലൂരിൽ വരുത്തി അവിടെയുള്ള സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടിപ്പിക്കുകയും ചെയ്തത് അദ്ദേഹമാണ്. ഒപ്പം തന്നെ സ്വന്തം മകൻ വളർന്നു വരുമ്പോൾ സ്കൂളിൽ അയച്ചതോടൊപ്പം തന്നെ മകന് വലിയൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. എന്നും ചെയ്യേണ്ട പണി. ഇംഗ്ലീഷ് അറിയാത്ത പിതാവ് ഇംഗ്ലീഷ് പത്രങ്ങളാണ് വരുത്തുക. ഇംഗ്ലീഷ് പത്രങ്ങൾ മുഴുവനും പാരായണം ചെയ്യണം ഉപ്പാന്റെ മുന്നിൽ. ഉപ്പാന്റെ മുന്നിൽ മുഴുവനും പാരായണം ചെയ്ത് കേൾപ്പിച്ച് ഇംഗ്ലീഷ് പത്രങ്ങൾ അതോടൊപ്പം മലയാള പത്രവും പാരായണം ചെയ്ത് കേൾപ്പിച്ചുകൊണ്ടേ അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയുമായിരുന്നുള്ളൂ. പലപ്പോഴും മനസ്സിൽ പിൽക്കാലഘട്ടത്തിൽ സീതി സാഹിബ് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും മനസ്സിൽ ഉറക്കച്ചടവോടുകൂടി ഈ ഇംഗ്ലീഷ് പത്രം ഒന്നും ഇറങ്ങാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട് എന്ന്. അത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യമായിരുന്നു. അതിന്റെ ഫലം എന്താണ്? കേരളത്തിന് ലഭിച്ച വലിയൊരു ഭാഷ പടുവിനെ, അതോടൊപ്പം തന്നെ ആരുടെ മുന്നിലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രഭാഷണ കലയുടെ ഒരു വലിയ 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 എക്കാലഘട്ടത്തിൽ, അതിനുശേഷം അങ്ങനെ ഒരു പ്രഭാഷകൻ ഉണ്ടായിട്ടുണ്ടെന്ന സംശയമാണ്. ആ രൂപത്തിലുള്ള പ്രഭാഷണ കലയുടെ ഒരു മഹാകുലഗുരുവിന്, അതോടൊപ്പം തന്നെ പരിഭാഷാ കലയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ലാത്തൊരു മഹാപ്രസ്ഥാനത്തെ, അങ്ങനെയാണ് പറയേണ്ടത്, വ്യക്തിയല്ലായിരുന്നത്, അത് വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. നമ്മൾ രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനത് പ്രത്യേകം സൂചിപ്പിക്കുന്നത്. സീതി സാഹിബിന്റെ പരിഭാഷ എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിരുന്നു എന്നത് കേൾക്കുന്ന ആളുകൾ എല്ലാം പറഞ്ഞിരുന്നു എന്ന് അത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത നമ്മൾ വായിച്ചറിയുകയാണ്. ഏറെ പ്രസിദ്ധമായ, നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള കാര്യമുണ്ട്, ഗാന്ധിജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ലോ കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പരിഭാഷ. ഗാന്ധിജി സംസാരിക്കും, അദ്ദേഹം ഒപ്പം 10 മിനിറ്റ് ഗാന്ധി സംസാരിച്ചാൽ അദ്ദേഹം സംസാരിക്കും. അങ്ങനെ ഗാന്ധിജി അത്ഭുതപ്പെട്ടു പോയി. എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം പരിഭാഷപ്പെടുത്തുന്നതെന്ന് കണ്ടിട്ട്. ഗാന്ധിജിക്ക് ഭാഷ അറിയില്ല, മലയാളം. പക്ഷേ സദസ് ഗാന്ധിജിയായിരുന്നില്ല, സീതി സാഹിബിലായിരുന്നു. ആ ഗാന്ധിജിയുടെ പരിഭാഷ അന്നാണത്രേ മലയാളത്തിൽ ഇംഗ്ലീഷിലുള്ളൊരു ഫ്രേസ് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ഇംഗ്ലീഷിലൊരു ഫ്രേസ് ഉണ്ട്, വാട്ടർ വാട്ടർ എവ്രിവെയർ നോർ എ ഡ്രോപ്പ് ടു ഡ്രിങ്ക്. വെള്ളം എല്ലായിടത്തുണ്ട്, ഒരു തുള്ളി കുടിക്കാൻ പറ്റൂല. ഈ ഒരു ഫ്രേസ്, ഈ ഒരു കവിതാശകലം ഗാന്ധിജി ഉദ്ധരിച്ചപ്പോൾ അതിനപ്പോൾ നടത്തുന്ന പരിഭാഷയാണ് വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിപ്പാനില്ലത്ര. അത് പിന്നീട് മലയാളത്തിലൊരു ഫ്രേസായി മാറി, മലയാള ഭാഷയിലൊരു യൂസേജ് ആയി തീർന്നു. അത് പറഞ്ഞാൽ അതിനുശേഷം അങ്ങനെ ഒരാളുണ്ടായിട്ടില്ല. ഷേറെ ബംഗാൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ബംഗാളിലെ പ്രധാനമന്ത്രിയായിരുന്ന ഫസലുൽ ഹക്ക്, അദ്ദേഹം ഫസലുൽ ഹക്ക് കേരളത്തിൽ വന്ന സമയത്ത് സീതി സാഹിബ് നടത്തിയൊരു പരിഭാഷയെക്കുറിച്ച് പറയാറുണ്ട്. ഫസലുൽ ഹക്ക് സീതി സാഹിബിന്റെ പരിഭാഷകനായ പ്രസംഗകനായ ഫസലുൽ ഹക്ക് സാഹിബ് 10 മിനിറ്റ് സംസാരിച്ചിട്ട് പരിഭാഷകനായ സീതി സാഹിബിനെ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്ര പ്രസംഗം തുടരാൻ. 1.25 മണിക്കൂർ ഫസലുൽ ഹക്ക് സാഹിബ് പ്രസംഗിച്ചു. അതിനിടക്ക് അതിനുശേഷം സീതി സാഹിബ് എഴുന്നേറ്റ് നിന്നു. 1.25 മണിക്കൂർ നടത്തിയ പ്രസംഗം, അതിൽ ആശയത്തിന് ഒരല്പം പോലും ചോർച്ച വരാതെ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹം. 1 മണിക്കൂർ കൊണ്ട് തീർത്തു. കഴിഞ്ഞില്ല. പലർക്ക് പേടിയായി. കാരണം മൂപ്പര് പ്രസംഗം തുടങ്ങിയ ഉടനെയാണ്, സീതി സാഹിബ് പരിഭാഷ തുടങ്ങിയ ഉടനെ ഏകദേശം കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഗ്‌രിബ് കൊടുത്തു. പിന്നെ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് വരണം. നമസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് സീതി സാഹിബ് ബാക്കി പരിഭാഷപ്പെടുത്തിയത്. പക്ഷേ അത് കേട്ടവർ പറഞ്ഞു, സീതി സാഹിബിന്റെ പരിഭാഷയിൽ ഒന്നും വിട്ടുപോയിട്ടില്ല. അതുകൊണ്ടാണ് അതിനുശേഷം അദ്ദേഹം കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത്, ഇന്ത്യാസ് ട്രാൻസ്ലേറ്റർ ജനറൽ, യു ആർ ഇന്ത്യാസ് ട്രാൻസ്ലേറ്റർ ജനറൽ. അന്ന് പഠിക്കുന്ന കാലത്താണിത്. ഞാൻ പറയുന്നത് ആ ചെറുപ്പകാലത്തെക്കുറിച്ചാണ്. അവിടെ നിന്നാണ്
1922 സീതി മുഹമ്മദ് സാഹിബിന്റെ നേതൃത്വത്തിൽ നിഷ്പക്ഷ സംഘം എന്ന സംഘമുണ്ടാകുന്നത്, പിന്നീട് അത് 24 ഐക്യ സംഘമുണ്ടാകുന്നത്. 1924 മലബാറിലെ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. മലബാറിലെ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് മുസ്ലിം വീടുകൾ മുഴുവനും തന്നെ വെള്ളത്തിൽ ഒലിച്ചു പോയിരുന്ന സമയത്ത്, മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങൾ മലബാറിലെ ആളുകൾ കഷ്ടപ്പെട്ടിരുന്ന സമയത്ത്, കൊടുങ്ങല്ലൂരിൽ നിന്ന് യന്ത്രവൽകൃതവും അല്ലാത്തതുമായ തോണികളിൽ ചാക്ക് കണക്കിന് അരി മലബാറിലേക്ക് പ്രവഹിക്കുകയായിരുന്നു. അത് സീതി മുഹമ്മദ് സാഹിബിൻ്റെതായിരുന്നു. അരി കൊടുത്തയക്ക മാത്രമല്ല ചെയ്തത്, ആ അരിയോടൊപ്പം സീതി മുഹമ്മദ് സാഹിബും KM സീതി എന്ന അദ്ദേഹത്തിന്റെ യുവാവായ പുത്രനും ഉണ്ടായിരുന്നു. ആ KM സീതിയുടെ കൈപിടിച്ച് നടന്ന് യുവാവായ KM സീതി സാഹിബിനെ സാമൂഹ്യ സേവനത്തിന്റെ ബാലപാഠങ്ങൾ സ്വന്തം പിതാവ് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു എന്ന് പറയണം. ഇന്ന് നമ്മൾ ബൈത്തുർ റഹ്മയിലൂടെയും CH സെന്ററുകളിലൂടെയുമെല്ലാം KMCCയുടെ ആളുകൾ കാരുണ്യ പ്രവർത്തനത്തിന് പുതിയ പുതിയ മാനങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അതിന്റെ വേര് നമ്മൾ സീതി മുഹമ്മദ് സാഹിബിലും KM സീതി സാഹിബിലും നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ആ സന്ദർഭത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ KM സീതി സാഹിബ് ഈ ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങുന്നത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ ബെല്ലാരി ജയിലിൽ വെച്ച് നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങൾ. സ്വദേശി പത്രത്തിൽ അദ്ദേഹം എഴുതാൻ തുടങ്ങുകയാണ്. ജസ്റ്റിസ് ഓർ റിവഞ്ച് എന്നാണ് ലേഖനങ്ങളുടെ ഹെഡിങ്. ഇംഗ്ലീഷിലാണ്, നല്ല ഇംഗ്ലീഷിലാണ് ലേഖനങ്ങൾ. ഈ ലേഖനങ്ങൾ വഴി ബെല്ലാരി ജയിലിൽ നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളെ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയായിരുന്നു സീതി സാഹിബ് ചെയ്തത്. കേവലം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ മാത്രം കുറിച്ചുള്ള ഒരു വർത്തമാനമായിരുന്നില്ല അത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് പറഞ്ഞതോടൊപ്പം തന്നെ മലബാറിലെ മുസ്ലിങ്ങളെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരുന്നു. അതിനിടക്കാണ് 1924 ഞാൻ പറഞ്ഞ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. വെള്ളപ്പൊക്കവും സീതി സാഹിബിന്റെ ലേഖനങ്ങളുടെ വിഷയമായി. ആ ലേഖനം വായിച്ചിട്ടാണ് അഹമ്മദ് മസൂയി എന്ന് പറയുന്ന മൗലവി അഹമ്മദ് മസൂയി കേരളത്തിലേക്ക് വരികയും കേരളത്തിലെ മുസ്ലിം അനാഥരുടെ സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായി JDT ഇസ്ലാം എന്ന സ്ഥാപനം ആരംഭിക്കുകയും ചെയ്യുന്നു. ആദ്യമായി കേരളത്തിലുണ്ടായ ഓർഫനേജ് JDT ഇസ്ലാമാണ്. അതിനുശേഷമാണ് തിരൂരങ്ങാടി യത്തീംഖാന മുസ്ലിം ലീഗിന്റെ ഖജാൻജിയും മുസ്ലിം ലീഗ് 1975 സങ്കടകരമായി പിരിയലുണ്ടായപ്പോൾ അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റുമായി നിന്ന എം കെ ഹാജി ഇന്ത്യയിലെ യത്തീംഖാന പ്രസ്ഥാനത്തിന്റെ മാതൃകായോഗ്യനായ പിതാവായി തീരുന്നത് അങ്ങനെയാണ്. അവിടെ നമ്മൾ കാണുക, അവിടെ നിന്നുള്ള പ്രചോദനത്തിൽ നിന്ന് പിന്നീട് സാമൂഹ്യ സേവനത്തിന്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലേക്ക് KM സീതി സാഹിബ് നടന്നു പോകുന്നതാണ്. ഞാൻ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ, കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ അത് കടന്നു വന്ന വഴികളെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 1925 1928 കൊച്ചിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന KM സീതി സാഹിബ് നിയമനിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആ സമയത്ത് മറ്റ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. 1928 ഓഗസ്റ്റ് മാസത്തിലാണ് മോത്തിലാൽ നെഹ്റുവിന്റെ റിപ്പോർട്ട് വരുന്നത്. നെഹ്റു റിപ്പോർട്ട് എന്നറിയപ്പെട്ട റിപ്പോർട്ട്. അപ്പോഴേക്ക് മുസ്ലിം ലീഗ് ജിന്നാ സാഹിബിന്റെ നേതൃത്വത്തിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ അംബാസഡർ എന്ന് വിളിക്കപ്പെടുന്ന ജിന്നാ സാഹിബിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് പ്രത്യേകമായ മണ്ഡലങ്ങൾ വേണമെന്ന് തുടങ്ങിയുള്ള ചില ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിരുന്നു. ഈ ആവശ്യങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ടുള്ള നെഹ്റു റിപ്പോർട്ട് വന്നു.
ഈ നെഹ്റു റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുവാൻ വേണ്ടി കൂടി AICC മീറ്റിംഗിൽ മൗലാന മുഹമ്മദ് അലി ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ സ്വരം. H.G. വെൽസ് പറയുന്നത് മൗലാന മുഹമ്മദ് അലിയെ കുറിച്ച് നെപ്പോളിയന്റെ ഹൃദയവും മക്കോളയുടെ പേനയും സ്പാക്കിന്റെ നാവുമുള്ള മഹാവ്യക്തിത്വമായിരുന്നു മൗലാന മുഹമ്മദ് അലി എന്നാണ്. ആ മൗലാന മുഹമ്മദ് അലി ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാവ്, മുസ്ലിം ലീഗിന്റെയും അതേ സമയത്തുള്ള നേതാവ്. അവര് ഈ നെഹ്റു റിപ്പോർട്ടിലെ വ്യവസ്ഥകളെ വിമർശിച്ചുകൊണ്ട് 1928 നടന്ന AICC സമ്മേളനത്തിൽ മൗലാന മുഹമ്മദ് അലി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് കൂവിളികളാണ് ഏൽക്കേണ്ടി വന്നത് കോൺഗ്രസ്സുകാരിൽ നിന്ന്. അവിടെ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോരുകയാണ്. സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന അദ്ദേഹം പിന്നീട് പാർട്ടിയിൽ നിന്നും ഇറങ്ങിപ്പോരേണ്ടി വന്നു. അതിനുശേഷമാണ് 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്ന സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിലേക്ക് കേരളത്തിൽ നിന്ന് ഒരൊറ്റ പ്രതിനിധിയുള്ള ആ പ്രതിനിധിയുടെ പേര് KM സീതി എന്നാണ്. അദ്ദേഹത്തിന്റെ ദേശീയ ബോധം മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. ദേശീയ പ്രസ്ഥാനത്തോട് എത്രത്തോളം അടുപ്പമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ്. KM സീതി സാഹിബാണ് അന്ന് കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു പ്രതിനിധി. അതിനുശേഷമാണ് 1930 വട്ടമേശ സമ്മേളനം നടക്കുന്നത്. ഈ വട്ടമേശ സമ്മേളനത്തിലാണ് മൗലാന മുഹമ്മദ് അലി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ മുഖത്തുമൊക്കെ പറഞ്ഞത് ലണ്ടനിൽ വെച്ച്, ഒന്നുകിൽ എൻ്റെ നാടിന് നിങ്ങൾ സ്വാതന്ത്ര്യം തരണം, അല്ലെങ്കിൽ സ്വതന്ത്രമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന, സ്വാതന്ത്ര്യത്തിന്റെ കാറ്റനുഭവിക്കുന്ന, സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം അനുഭവിക്കാൻ കഴിയുന്ന ഈ നാട്ടിൽ എനിക്കൊരാറടി മണ്ണ് തരണം. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ മൂർത്തഭാവമായിരുന്നു അത്. അത് പ്രഖ്യാപിച്ചത് 1 വർഷക്കാലം മാത്രമേ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാൻ അള്ളാഹു ആയുസ് നൽകിയുള്ളൂ. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഗർജിക്കുന്ന ആ സിംഹം 1931 ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന അന്നത്തെ പലസ്തീനിൽ ഖബറടക്കി. പ്രവാചകന്മാരിൽ പലരും ഖബറടക്കപ്പെട്ട പലസ്തീനിൽ നമുക്ക് ഇപ്പോഴും അവിടെ ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിക്കുകയാണെങ്കിൽ അതിനടുത്തായി മൗലാന മുഹമ്മദ് അലിയുടെ ഖബറിടം കാണാം. അതിനുശേഷമാണ് 1930 ശേഷം 32 ഇതും കൂടി കഴിഞ്ഞതോടുകൂടി, അഥവാ നെഹ്റു റിപ്പോർട്ട് വന്നു, അതോടനുബന്ധിച്ചുള്ള ചർച്ചകൾ വന്നു. മുഹമ്മദ് അലി മൗലാന മുഹമ്മദ് അലി അതിൽ നിന്ന് പുറത്തു പോന്നു. അദ്ദേഹത്തെ നാണം കെടുത്തിക്കൊണ്ടാണ് പുറത്തു കളഞ്ഞത്. കൂകി വിളിച്ചുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ അഭിവാദനം ചെയ്തത്. ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് സദസ്സിലിരിക്കുന്ന KM സീതി സാഹിബുണ്ട്. വീണ്ടും വീണ്ടും ഈ രൂപത്തിലുള്ള പ്രയാസങ്ങൾ ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആളുകളിൽ നിന്ന് നേരിടേണ്ടി വന്നപ്പോഴാണ് 1932 KM സീതി സാഹിബ് ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പിന്നീട് അദ്ദേഹം മുസ്ലിം മജ്ലിസ് പ്രസ്ഥാനത്തിലാണ് കണ്ടത്. അത് കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടായ ഒരു രാഷ്ട്രീയ ചിന്താ കൂട്ടായ്മയായിരുന്നു. ചെറുപ്പത്തിൽ സ്കൂളിൽ ഒരുമിച്ച് പോയ KM സീതി സാഹിബും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും എല്ലാം ഒരുമിച്ചായി ഈ പ്രസ്ഥാനത്തിൽ, കേരള മുസ്ലിം മജ്ലിസിൽ. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ 1934 മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്വന്തമായി തെരഞ്ഞെടുപ്പിന് നേരിട്ടു മലബാർ പ്രദേശത്ത്. പകരം മുസ്ലിം മജ്ലിസ് അന്ന് സത്താർ സേട്ടിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു. ചൂടുപാറിയ മത്സരമായിരുന്നു, വലിയ മത്സരം. ആ മത്സരത്തിൽ എതിരിൽ നിൽക്കുന്നത് സത്താർ സേട്ടാണ്. പിൽക്കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ വലിയ നേതാവായി തീർന്ന
പാകിസ്ഥാൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ജിന്നാ സാഹിബിനും വേണമെന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്ന് ആകെ കൊണ്ടുപോയ സത്താർ സേഠ് അദ്ദേഹമാണ് ഒരു വശത്ത് മുസ്ലിം രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായി, മറുവശത്ത് ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ വലിയ സ്നേഹിതൻ, ചെറുപ്പകാലഘട്ടത്തിലുള്ള സ്നേഹിതനാണ് കെ എം സീതി സാഹിബ്. കെ എം സീതി സാഹിബാണ് സത്താർ സേട്ടിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം വഹിക്കുന്നത്. സത്താർ സേട്ട് സാഹിബ് വിജയിച്ചു 200-ലധികം വോട്ടുകൾക്ക്. അവിടെ നിന്നാണ് ആദ്യമായി സീതി സാഹിബിന്റെ നേതൃത്വത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ ഏകകം എന്നുള്ള നിലക്ക് ദേശീയ പ്രസ്ഥാനത്തിന് പുറത്ത് ഉള്ള ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് നടക്കുകയും അവിടെ വിജയിക്കുകയും ചെയ്യുന്നത്. ആ സന്ദർഭത്തിലും നമുക്ക് പാഠമായി സൗഹൃദങ്ങൾക്ക് അവരൊരിക്കലും വിഘ്നം വരുത്തിയില്ല. 2 വീക്ഷണങ്ങളുണ്ടായി സ്വാഭാവികമായും. ഒരു ദിവസം കെ എം സീതി സാഹിബിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ പറയുന്നത്, മഴ നനഞ്ഞുകൊണ്ട് ഒരു രാത്രിയിൽ ഒരു അതിഥി വരുന്നുണ്ട്. വാതിൽക്കൽ വാതിൽ തുറന്നു നോക്കിയപ്പോ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. താൻ ആർക്കെതിരെയാണോ തെരഞ്ഞെടുപ്പിൽ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സലാം ചൊല്ലി വീടിനകത്ത് കയറി എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് റഹ്മാൻ സാഹിബിന് വിചിത്രമായ ഒരു ആവശ്യമുള്ളത്. അന്ന് സീതി സാഹിബിന് മാത്രമാണ് അവിടെ കാറുള്ളത്. തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സീതി സാഹിബിനോട് കാർ ആവശ്യപ്പെടാനാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ചെന്നിട്ടുള്ളത്. തൻ്റെ പഴയ സതീർത്ഥ്യൻ തനിക്കെതിരെയുള്ള പ്രചാരണത്തിന് വേണ്ടി കാർ ആവശ്യപ്പെട്ട സമയത്ത് സീതി സാഹിബ് കാറിൻ്റെ ചാവി കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിനക്ക് കാർ ഉപയോഗിക്കാം, പക്ഷേ നിനക്കെതിരെയുള്ള പ്രചരണത്തിൽ എൻ്റെ കാറ് നിനക്ക് ഉപയോഗിക്കാം, പക്ഷേ പ്രചരണത്തിൽ ഞാനായിരിക്കും ഉണ്ടാവുക. ഒന്ന് സ്നേഹമാണ്, മറ്റൊന്ന് ആദർശമാണ്. അവിടെ നിന്നാണ് പിന്നീട് 1937 തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് കോഴിക്കോട്. ഏറെ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമാണ് 1937 തെരഞ്ഞെടുപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ പോക്കർ സാഹിബാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി. എതിർപക്ഷത്ത് ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളാണ്. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. മുസ്ലിം ലീഗ് മാത്രമല്ല, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അടക്കമുള്ള കോൺഗ്രസ്സുകാരുടെ കൂടി സപ്പോർട്ടോടുകൂടിയാണ് ബി പോക്കർ സാഹിബ് നിൽക്കുന്നത്. പക്ഷേ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഖാൻ ബഹദൂറിന് വേണ്ടി, ആറ്റക്കോയ തങ്ങൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ അന്നുവരെ കാര്യമാത്ര പ്രസക്തമായ രാഷ്ട്രീയത്തിലൊന്നും ഇറങ്ങിയിട്ടില്ലാത്ത കോഴിക്കോട്ട് ഒരു കച്ചവടക്കാരനായ അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ വ്യക്തിപ്രഭാവത്തെ കെ എം സീതി സാഹിബ് അനുഭവിച്ചറിയുന്നതെന്നാണ്. എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടും അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ വ്യക്തിപ്രഭാവം കൊണ്ട് കോഴിക്കോട് അന്നത്തെ മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം ഒരുമിച്ച് നിന്നിട്ടും പോക്കർ സാഹിബിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. പോക്കർ സാഹിബ് തോറ്റുപോയി. തോൽവിയിൽ നിന്ന് ആരാണോ തങ്ങളെ തോൽപ്പിച്ചത് അവർക്കെതിരെയുള്ള പുതിയ വ്യക്തിപരമായ കുതന്ത്രങ്ങൾ വെയ്യുകയല്ല കെ എം സീതി സാഹിബ് എന്ന രാഷ്ട്രീയ ഭീഷ്മാചാര്യർ ചെയ്തത്. അദ്ദേഹം തങ്ങളെ ആരാണോ തോൽപ്പിച്ചത്, തോൽപ്പിക്കാൻ ആരാണോ കാരണക്കാരനായത്, അദ്ദേഹത്തെ നേരിട്ട് പോയി കാണുകയാണ്. അത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ പോയി കണ്ട് അദ്ദേഹത്തിന് മുസ്ലിം ലീഗിന്റെ പ്രസക്തിയെ കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്ന ദൗത്യമാണ് അദ്ദേഹം ചെയ്തത്. ഫലം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്നതാണ്. പിന്നീട് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഘട്ടം ഘട്ടമായി ഉയർന്ന് മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി, കേരള സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി, പിന്നീട് ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റുമായി. അങ്ങനെയാണ് ബാഫഖി തങ്ങളുടെ ജീവിതം. ബാഫഖി തങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പഴയകാല മുസ്ലിം ലീഗുകാർക്ക് അവരുടെ രോമം എടുത്തു പിടിക്കും. ശിഹാബ് തങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്തവരായിരിക്കും നമ്മളിൽ ഒരുപാട് ആളുകൾ. പക്ഷേ ബാഫഖി തങ്ങളെ കണ്ടവർ വളരെ ചുരുക്കമായിരിക്കും. ശിഹാബ് തങ്ങളെപ്പോലെ തന്നെ മിതഭാഷിയായ, വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നയാൾ, പക്ഷേ കൂർമ്മമായ രാഷ്ട്രീയ ബോധം,
കൃത്യമായ വിചക്ഷണത്വം, അതോടൊപ്പം തന്നെ വളരെ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ. പിന്നീട് കൂട്ടുമുന്നണികൾ കേരളത്തിലുണ്ടായപ്പോൾ ആ കൂട്ടുമുന്നണികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പത്രങ്ങളിൽ പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെ അങ്ങനെയാകുമായിരുന്നത്രേ, ബാഫഖി തങ്ങൾ വന്നിരിക്കുന്നു തിരുവനന്തപുരത്തേക്ക്, അതിന്റെ അർത്ഥം പ്രശ്നം പരിഹരിക്കാൻ പോകുന്നു എന്നാണ്. എല്ലാവർക്കും സമ്മതനായ, ഇന്നും അത് സീതി സാഹിബിനെ തലച്ചോറിൽ ഉദിക്കുകയും പിന്നീട് അത് പ്രായോഗികമാക്കുകയും ചെയ്തെന്ന് ഹൈദരലി ശിഹാബ് തങ്ങളിലെത്തുന്ന ആ തങ്ങൾമാരുടെ പരമ്പരയിൽ നിന്ന്, ആ പരമ്പരയുടെ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് എല്ലാവർക്കും സുസമ്മതരായ മുസ്ലിം ആത്മീയ നേതൃത്വത്തെ ഈ മുസ്ലിം രാഷ്ട്രീയ നേതൃത്വം ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായും അതുവഴി ഉണ്ടായ സമൂഹത്തിന്റെ വേരുകളിലേക്ക് കടന്നു ചെല്ലുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു, അതിനുള്ള വിജയമായിരുന്നു. ആ വിജയമാണ് പിന്നീട് അവിടെ മുഴുവനും നമ്മൾ കണ്ടത്. ബാഫഖി തങ്ങൾ കടന്നു ചെല്ലുന്നിടത്ത് മുഴുവനും സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ ആകൃഷ്ടമായിട്ടുള്ള, അദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾ ഒരുമിച്ച് കൂടി. അങ്ങനെയാണ് വലിയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുള്ള മുസ്ലിം ലീഗ്. അതിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാകട്ടെ വലിയ ബുദ്ധിജീവികൾക്ക് വേണ്ട രൂപത്തിൽ ദഹിക്കൂ. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം തന്നെ വളരെ സരളമൊന്നുമല്ല. ജനാധിപത്യ ക്രിയയിൽ മുസ്ലിങ്ങൾ പ്രത്യേകമായി സംഘടിച്ചുകൊണ്ടാണ് ഈ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് എന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ആ മുസ്ലിങ്ങൾ മൊത്തത്തിൽ നിന്ന് ആ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് അവരുടെ ഭാഗധേയം നിർണയിച്ചാൽ പോരെ എന്ന ചോദ്യത്തിന് ഉത്തരമായി പോരാ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം, അതിൻ്റെ എല്ലാ തലങ്ങളും മനസ്സിലാകണമെങ്കിൽ ജനാധിപത്യം എന്താണ് എന്നും സെക്കുലറിസം എന്താണ് എന്നും സെക്കുലർ ഡെമോക്രസി എന്താണ് എന്നും അത്തരം സെക്കുലർ ഡെമോക്രസിയുടെ ലോക സാഹചര്യത്തിൽ ഒരു സമൂഹം എന്നുള്ള നിലക്ക് മുസ്ലിങ്ങളുടെ ദൗത്യം എന്താണ് എന്നുമെല്ലാം പഠിച്ചിട്ടുണ്ടാകണം. അതൊന്നും പഠിക്കാത്ത സാധാരണക്കാരായ നമ്മുടെ ഗ്രാമവാസികൾ, അക്ഷരം പോലും അറിയാത്ത ആളുകളുടെ തലച്ചോറിനകത്തേക്ക് കോണി ചിഹ്നത്തെ വളരെ സമർത്ഥമായി സന്നിവേശിപ്പിച്ചതിന് പിന്നിൽ യഥാർത്ഥത്തിൽ സീതി സാഹിബിന്റെ ബുദ്ധിയും അതേപോലെ തന്നെ നമ്മുടെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ സാന്നിധ്യവുമായിരുന്നു. സീതി സാഹിബ് മരണപ്പെട്ടപ്പോൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പറഞ്ഞത് നേതാക്കന്മാരുടെ നേതാവാണ് നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞത് എന്നാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തോളം തീരുമാനങ്ങൾ എടുക്കുമ്പോഴെല്ലാം സീതി സാഹിബുമായി കൂടിയാലോചിച്ചിരുന്നു കാണാൻ കഴിയും. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി നിൽക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റായി ഉണ്ടായിരുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെ കടന്നു വരികയും പിന്നീട് കേരള മുസ്ലിം ഐക്യ സംഘത്തെ ഒരുമിച്ച് നിർത്തുകയും പിന്നീട് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് രൂപം നൽകുകയും എല്ലാം ചെയ്ത കെ മൗലവി സാഹിബായിരുന്നു. അവർ തമ്മിലുള്ള ആ ഒരു ഐക്യത്തെ ഇന്നും നമുക്ക് പലപ്പോഴും അതിൻ്റെ രസതന്ത്രം മനസ്സിലാവുകയില്ല പുതിയ തലമുറക്ക്. കാരണം ഇന്ന് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം സുന്നി മുജാഹിദ് എന്നെല്ലാം പറഞ്ഞാൽ കീരിയും പാമ്പും എന്നാണ് വിചാരം. കെ മൗലവിയുടെ സാന്നിധ്യത്തിൽ തിരൂരങ്ങാടിയിലുള്ള മുജാഹിദ് പള്ളിക്ക് തറക്കല്ലിടുന്നത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ രസതന്ത്രം നമ്മുടെ തലമുറക്ക് മനസ്സിലാകണമെങ്കിൽ ഇനിയും കാലമെടുക്കുമെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം നമ്മൾ വീണ്ടും നമ്മിലേക്ക് ചുരുങ്ങുകയാണ്. അത് മറ്റൊരു വലിയ ട്രാജഡിയാണ്. അത് നമ്മൾ ഇപ്പോൾ പറയേണ്ടതല്ല. അവിടെ നമ്മൾ കാണുക, എവിടെയും നമ്മൾ കാണുക ആ സൗഹൃദത്തിന്റെ അന്തരീക്ഷപാട്. രാഷ്ട്രീയ രംഗത്ത് പോലും, രാഷ്ട്രീയത്തിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ നിർദ്ദേശങ്ങൾ 1960 മുസ്ലിം ലീഗ് കേരളത്തിലെ 2ാം നിയമസഭയിൽ സ്പീക്കറാകുന്നു. 2ാം നിയമസഭയിൽ സ്പീക്കറാകുന്ന സന്ദർഭം KM സീതി സാഹിബാണ് സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കുന്നത്. നമ്മളറിയണം, KM സീതി സാഹിബ് കേരളത്തിലെ നിയമസഭയിൽ സ്പീക്കറാവുകയാണ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ്.
അതിനു മുമ്പ് കുറെ സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയതിനു ശേഷം സ്വീകരിക്കുവാൻ ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥയിൽ തെരുവുകൾ തോറും കായികമില്ലത്തും KMCD സാഹിബും ബി പോക്കർ സാഹിബുമെല്ലാം നടത്തിയ ജൈത്രയാത്രകൾ, പിന്നീട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെയും CH മുഹമ്മദ് കോയ സാഹിബിന്റെയും നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ, അന്ന് മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ്, തൊടാൻ പാടില്ല എന്നായിരുന്നു നിയമം. ദേശീയ പ്രസ്ഥാനത്തിന്റെ മഹോന്നതരായ നേതാക്കൾ പറഞ്ഞിരുന്നത് മുസ്ലിം ലീഗ് എന്ന വർഗീയ പക്ഷിയുമായി ഒരു ബന്ധമില്ലാണ്. 1955 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കോഴിക്കോട് വന്നു. ജവഹർലാൽ നെഹ്റുവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അന്നത്തെ ചന്ദ്രികയുടെ പത്രാധിപരായിരുന്ന CH മുഹമ്മദ് കോയ സാഹിബ് മുസ്ലിം രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ അതിൻ്റെ ഫലത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണം CH മുഹമ്മദ് കോയ സാഹിബ് ഒരു എഡിറ്റോറിയൽ എഴുതി. മലയാളത്തിലാണ് ചന്ദ്രിക, മലയാളത്തിലാണ് എഡിറ്റോറിയൽ. ചന്ദ്രികയിലെ എഡിറ്റോറിയലിനെ സ്വാഭാവികമായും മുസ്ലിം കോൺഗ്രസുകാർ നെഹ്റുവിന് വളരെ ശരിയല്ലാത്ത രൂപത്തിൽ പറഞ്ഞുകൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ചു. അന്ന് പൊതുവെ മുസ്ലിം ലീഗ് വേറൊരു കക്ഷിയാണെങ്കിലും നെഹ്റുവിന്റെ നയങ്ങളോടും കോൺഗ്രസിന്റെ നയങ്ങളോടും അനുഭാവപൂർവ്വം പെരുമാറുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന പൊതുവെയുള്ള മാനസികാവസ്ഥയായിരുന്നു മുസ്ലിം ലീഗിലെ പ്രവർത്തകന്മാർക്കുണ്ടായിരുന്നത്. പക്ഷേ നെഹ്റുവിന്റെ ഈ പത്രാധിപക്കുറിപ്പ് അതിനെക്കുറിച്ച് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് എന്ന് തോന്നുന്നു നെഹ്റുവിന്റെ പ്രസംഗത്തിൽ മുസ്ലിം ലീഗിനെതിരെയുള്ള കൂരമ്പുകൾ ഉണ്ടായി. അന്നാണ് നെഹ്റു പറഞ്ഞത് മുസ്ലിം ലീഗ് ചത്ത കുതിരയാണ് എന്ന്. അതോടനുബന്ധിച്ച് CH മുഹമ്മദ് കോയ സാഹിബ് ചന്ദ്രികാ പത്രത്തിൽ തുടർലേഖനം എഴുതി. പണ്ഡിറ്റ് ജി മുസ്ലിം ലീഗ് വർഗീയ സംഘടനയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 ലക്കങ്ങളുള്ള ലേഖനം അതാരൊക്കെയോ പരിഭാഷപ്പെടുത്തി നെഹ്റുവിന് അയച്ചു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഈ നെഹ്റുവിന്റെ പരാമർശം മുസ്ലിം ലീഗ് ചത്ത കുതിരയാണ് എന്ന പരാമർശം ഇന്നും മുസ്ലിം ലീഗുകാർ CHന്റെ സംസാരമായി പൊന്നാനിയിലെ സംസാരം തിരിച്ച് കേൾക്കുന്ന ആ സംസാരം അത് നമ്മൾ യഥാർത്ഥത്തിൽ ലോകത്ത് പ്രയോഗവൽക്കരിക്കപ്പെട്ടതായി മലബാറിൽ, കേരളത്തിൽ നമ്മൾ കാണുകയാണ്. CH പൊന്നാനിയിൽ നിന്ന് പറഞ്ഞത് പണ്ഡിറ്റ് ജി അങ്ങ് പറഞ്ഞത് മുസ്ലിം ലീഗ് ചത്ത കുതിരയാണ് എന്നാണ്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, താങ്കൾക്ക് തെറ്റിപ്പോയി. മുസ്ലിം ലീഗ് ചത്ത കുതിരയല്ല, മറിച്ച് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്. അവിടെ നമ്മൾ അറിയേണ്ടത്, അത് പറഞ്ഞ പണ്ഡിറ്റ് ജി നേരെ 5 വർഷങ്ങൾക്ക് ശേഷം പണ്ഡിറ്റ് ജി കേരളത്തിൽ PSP മുസ്ലിം ലീഗ് കോൺഗ്രസ് സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ 1960 ആ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും അവർ വിജയിച്ചപ്പോ മുസ്ലിം ലീഗുകാർക്ക് നിയമസഭയിൽ ഭരണകക്ഷിയുടെ സ്ഥാനം കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ മുസ്ലിം ലീഗ് തീരുമാനമെടുക്കുകയാണ്. ഇന്ന് നമ്മൾ ഭീരുത്വം എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കും. ഖായിദെ-മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ നേതൃത്വത്തിൽ അന്ന് മുസ്ലിം ലീഗ് തീരുമാനമെടുക്കുകയാണ്, മന്ത്രിസഭയിൽ ചേരേണ്ടതില്ല, പക്ഷേ പുറത്തു നിന്ന് പിന്തുണ കൊടുക്കും. മുസ്ലിം ലീഗ് ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടി ജയിച്ചിട്ട് ഒരു ദുർഗാപൂർ പ്രമേയത്തിന്റെ പേരിൽ വർഗീയ കക്ഷികളുമായി കോൺഗ്രസിന് കൂട്ടുകൂടാൻ കഴിയില്ല എന്ന പ്രമേയത്തിന്റെ പേരിൽ മുസ്ലിം ലീഗിനെ അതിനുശേഷം അർഹമായ മന്ത്രിസഭയിലുള്ള സ്ഥാനങ്ങൾ നൽകില്ല എന്ന് പറഞ്ഞ സന്ദർഭത്തിലും പുറത്തു നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിന് ഒരു മന്ത്രിസഭയുണ്ടാകണമെന്ന് തീരുമാനിക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്തത്. ആ സമയത്ത് നെഹ്റു ചോദിച്ചത്രേ, എന്താണ് അവർക്ക് പകരം കൊടുക്കേണ്ടത്? അപ്പോൾ ഒന്നും വേണ്ടതില്ല എന്ന് കേട്ടപ്പോൾ നെഹ്റു അമ്പരന്ന് പോയി എന്നാണ് പറയുന്നത്. കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങലാണ് എന്നാണ് അദ്ദേഹം പഠിച്ചത്.
പിന്നീടാണ് 1960 നമ്മൾ അറിയേണ്ടത് KMCD സാഹിബ് എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഭാവിയെക്കുറിച്ച് വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട മഹാനേതാവ്. ആ സ്വപ്നം കാണാൻ തുടങ്ങുന്നത് എവിടെന്നാ? സ്വപ്നം കാണാൻ തുടങ്ങുന്നത് കൊടുങ്ങല്ലൂരിൽ സ്കൂളിൽ പോകുന്ന കാലത്താണ്. അവിടെയാണ് പാരന്റ്സ് എന്നുള്ള നിലക്ക് ഞാൻ വീണ്ടും പറയുക, നമ്മുടെ കുട്ടികൾക്ക് സ്വപ്നം കാണുവാനുള്ള കഴിവ് നൽകുക, സ്വപ്നങ്ങൾ ചിറകടിച്ചുയരാനുള്ള കഴിവ് നൽകുക എന്ന് രക്ഷിതാക്കളോട്. അതെന്താ? സ്കൂളിൽ ഇങ്ങനെ പോകുമ്പോൾ അന്നത്തെ സാമൂഹ്യ അവസ്ഥ അറിയാലോ. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും KMCD സാഹിബും അന്നത്തെ സീദിയും അബ്ദുറഹ്മാനുപാട് രണ്ടുപേരും സ്കൂളിലേക്ക് പോകുമ്പോൾ പിന്നിൽ നിന്ന് നമ്മുടെ സമുദായം കാഫർ കുട്ടികൾ പോകുന്നു എന്ന് പറഞ്ഞിട്ടാ കളിയാക്കണത്. ഇംഗ്ലീഷ് പഠിക്കാനല്ലേ പോണത്. ആ ആളുകളെ അടക്കമുള്ള അവരെ തിരിച്ചു നിന്ന് ചീത്ത പറയല്ല അവർ ചെയ്തത്, തിരിച്ചും കാഫർ എന്ന് വിളിക്കല്ല ചെയ്തത്. ആ കാഫർ കുട്ടികൾ എന്ന് വിളിച്ച ആ സമുദായത്തിൽ അംഗങ്ങളുടെ പ്രതിനിധിയായി 2ാം കേരള നിയമസഭയിൽ സ്പീക്കറായി അതിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുകയാണ് KMCD സാഹിബ്. ആ KMCD സാഹിബ് മരണപ്പെട്ടു. അതിനുശേഷമാണ് 1961 ഓഗസ്റ്റ് മാസം 9-ാം തീയതി CH മുഹമ്മദ് കോയ സാഹിബ് സ്പീക്കറാവണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. ആ സമയത്ത് ദുർഗാപൂർ പ്രമേയം കാണിച്ച അന്നത്തെ KPCC പ്രസിഡന്റ് ഗോവിന്ദൻ നായർ പറഞ്ഞത് അദ്ദേഹത്തെ സ്പീക്കറാക്കാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ വേറൊന്നുമല്ല, സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് അദ്ദേഹം മുസ്ലിം ലീഗ് രാജിവെക്കണം. സ്പീക്കർ സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് രാജിവെക്കണം. കാരണം മിനിറ്റ് മുമ്പ് ഒരു രാഷ്ട്രീയത്തിന് അതീതമായ വ്യക്തിത്വമാണ് എന്നാണ് വെപ്പ്. ഏതാനും മിനിറ്റ് മുമ്പ് ഒരു വാശി തീർക്കുന്നത് പോലെ CH പറഞ്ഞു പറ്റൂല, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ പറഞ്ഞു പറ്റൂല. പക്ഷേ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്ന് പറഞ്ഞു, മുസ്ലിം ലീഗിന് നിയതമായ ഒരു രാഷ്ട്രീയ ജനാധിപത്യത്തിൽ ലഭിക്കുന്ന ഒരു വലിയ റെപ്രസെന്റേഷനാണ്, പ്രാതിനിധ്യമാണ്. വൈകാരികമായിട്ടല്ല നമ്മൾ എടുക്കേണ്ടത്. CHനോട് പ്രതിഷേധം അറിയിച്ച CHനോട് അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ചിലപ്പോൾ മുഹാജിർ ആകേണ്ടി വരും, ചിലപ്പോൾ അൻസാർ ആകേണ്ടി വരുമെന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ സാഹചര്യത്തിനനുസരിച്ച് തീരുമാനമെടുക്കേണ്ടവരാണ്. അതുകൊണ്ട് താങ്കൾ ആ സ്ഥാനം ഏറ്റെടുക്കണമെന്നാണ്. അങ്ങനെയാണ് മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിലെ സ്പീക്കറാകുന്നത്. പക്ഷെ കൂടുതൽ കാലം അത് നിലനിന്നില്ല. ആ ഐക്യം തകർന്നു. സ്വാഭാവികമായും അന്ന് മുസ്ലിം ലീഗ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു താഴെ ഇറങ്ങി വരാൻ പറഞ്ഞ സമയത്ത് CH മുഹമ്മദ് കോയ സാഹിബ് എന്ന് പറയുന്ന അനുസരണയുള്ള പാർട്ടി പ്രവർത്തകൻ നേതാക്കന്മാരെ ചോദ്യം ചെയ്യുകയല്ല ചെയ്ത്. ഏതാനും മാസം മുമ്പ് കയറ്റാനും നിങ്ങൾ പറയുമ്പോൾ ഇറങ്ങാനും ഞാനെന്താ ഒരു പാവയാണോ എന്ന് ചോദിക്കുകയല്ല ചെയ്തത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ സാനഡവിൻ്റെ കൊട്ടാരത്തിൽ നിന്നിറങ്ങി ജനഹൃദയങ്ങളുടെ കൊട്ടാരത്തിലേക്ക് കയറാൻ പോവുകയാണ് എന്നാണ്. അത് തന്നെയാണ് സംഭവിച്ചത്. ജനങ്ങളുടെ ഹൃദയ കൊട്ടാരത്തിലേക്ക് CH നടന്നു പോവുകയായിരുന്നു. ആ അന്നത്തെ തീരുമാനങ്ങൾ പക്ഷേ പിൽക്കാലഘട്ടത്തിൽ എന്തുണ്ടായി? ദുർഗാപൂർ പ്രമേയം പറഞ്ഞ് മുസ്ലിം ലീഗിനെ അകറ്റി നിർത്തിയ ആളുകൾ പിന്നീട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ തിരുവനന്തപുരത്തേക്ക് വരുത്തേണ്ട അവസ്ഥയുണ്ടായി. തങ്ങളുടെ രാഷ്ട്രീയ ഗുരുവായി ഇവരെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെയും CH മുഹമ്മദ് കോയ സാഹിബിനെയും അംഗീകരിക്കേണ്ട അവസ്ഥയുണ്ടായി. അതാണ് വൈകാരികമായുള്ള പ്രതികരണങ്ങൾക്ക് പകരം വിചാരപരമായി ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള കൃത്യമായ യാത്ര, അതാണ് നമ്മുടെ നേതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത്. അതുതന്നെയാണ് ഓരോ അവസരങ്ങളിലും ഉണ്ടായത്. അതാണ് നമ്മൾ ഓരോ സന്ദർഭങ്ങളിലും കാണുന്നത്. ബാഫഖി തങ്ങൾക്ക് ശേഷം
മഹാനായ പാണക്കാട് പൂക്കോയത്തങ്ങളാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലെത്തിയത്. ബാഫക്ക് തങ്ങളുടെ കാലത്ത് തന്നെ CH അദ്ദേഹത്തെ പറയാറുണ്ടായിരുന്നത് സെക്കൻഡ് ഇൻ കമാൻഡർ എന്നായിരുന്നു അത്രേ. ബാഫക്കി തങ്ങളുടെ രണ്ടാമനെന്ന്. തീർച്ചയായും വ്യക്തി ജീവിതത്തിൽ വിശുദ്ധി കൊണ്ട് സമുദായത്തിന്റെ മനസ്സ് പിടിച്ചെടുത്ത വ്യക്തിത്വം. രാഷ്ട്രീയ നേതൃത്വം കൈകളിൽ ഉണ്ടായിരുന്നിട്ടും അനർഹമായി യാതൊന്നും തന്നെ നേടിയെടുക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കാത്ത മഹാവ്യക്തിത്വം AK ആന്റണി. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പൂക്കോയത്തങ്ങളുമായി ബന്ധപ്പെട്ടത് പറയുന്നുണ്ട്. നമുക്ക് അത്ഭുതം തോന്നും. പൂക്കോയത്തങ്ങളുടെ വീട്ടിൽ കരണ്ടെല്ലാം ഇലക്ട്രിസിറ്റി വന്ന സമയത്ത് പൂക്കോയത്തങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റിക്ക് വേണ്ട വയറിംഗ് എല്ലാം ചെയ്തു വെച്ചു. പക്ഷെ കരണ്ട് കിട്ടിയില്ല. AK ആന്റണി എഴുതണം. മുസ്ലിമിൻ്റെ അടുത്ത് ഭരണമുണ്ട്, കരണ്ട് കിട്ടിയില്ല. അങ്ങനെ 3 വർഷം കഴിഞ്ഞപ്പോൾ ആന്റണി ഒരിക്കൽ അവിടെ കുടപ്പനക്കൽ തറവാട് സന്ദർശിച്ചപ്പോൾ എല്ലാം ഉണ്ട്, ബൾബും വയറും എല്ലാം ഉണ്ട്, പക്ഷെ കരണ്ടില്ല. അപ്പം അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ 3 കൊല്ലം ഇത് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് എങ്കിൽ കരണ്ടിനു വേണ്ടി സ്വന്തമായി ശ്രമിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എല്ലാവർക്കും കിട്ടുമ്പോൾ ആ ക്രമത്തിൽ എനിക്ക് മതിയാണ്. നമ്മൾ എവിടെ നിന്ന് പഠിക്കണമെന്ന് നമ്മൾ ആലോചിക്കുക. എനിക്കത് ആന്റണിയുടെ ലേഖനം വായിച്ചപ്പോൾ മഹാനായ ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബിനെ കുറിച്ച് ബ്രിട്ടീഷുകാരുടെ റേഷനിങ് ഓഫീസറുമായി നടത്തിയ ഒരു സംഭാഷണത്തെക്കുറിച്ചുള്ള ഒരു അനുഭവമുണ്ട്. ഖായിദ മില്ലത്ത് അന്ന് റേഷൻ, ഇപ്പോൾ മണ്ണെണ്ണ കരണ്ടില്ലല്ലോ, മണ്ണെണ്ണയാണ് അന്ന് ഏറ്റവും വില പിടിച്ച സാധനം. റേഷനായിരുന്നു, കൃത്യമായി ഓരോരുത്തർക്കും ഇത്രയായിരുന്നു. അന്ന് നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് റേഷനിങ് ഓഫീസറെ കാണാൻ പോവാണ്. റേഷനിങ് ഓഫീസറെ വിളിപ്പിക്കണം. അദ്ദേഹത്തിന് ഉറപ്പായി കുറച്ച് കോട്ട കൂട്ടണം എന്ന് പറയാനാണ്, വേറെ ഒന്നും ആവില്ല. സ്വാഭാവികമാണ്, ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ അവകാശമാണ് കോട്ട കൂട്ടുക എന്നുള്ളത്, റേഷൻ കോട്ട. പക്ഷേ ഈ ഖായിദ മില്ലത്ത് വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിഞ്ഞപ്പോൾ റേഷനിങ് ഓഫീസർ കണ്ണ് തള്ളിപ്പോയി. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഒരു വേലക്കാരിയുണ്ട്, അവരിപ്പോൾ അവരുടെ ഗ്രാമത്തിലുള്ള നാട്ടിലേക്ക് പോയിരിക്കുകയാണ്, 2 മാസം കഴിഞ്ഞിട്ടാണ് വരുള്ളൂ. അപ്പം ഈ 2 മാസം അവരുടെ കോട്ട എനിക്ക് ആവശ്യമില്ല, അത് വെട്ടണമെന്ന് പറയാനാണ്. ഇത് നമുക്ക് നൽകുന്ന ഒരുപാട് വിവരങ്ങളുണ്ട്. നേതൃത്വത്തിൻ്റെ ത്യാഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ വിവരങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ വെളുപ്പിക്കേണ്ടതാണ്. AM ഫരീദി കോഴിക്കോട് മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ വന്നിട്ട് ഉറുദു പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം അത്ഭുതപ്പെടുന്നുണ്ട് കേരളത്തിലെ മുസ്ലിം ലീഗിനെ. അദ്ദേഹം പറയുന്നത്, ഞാൻ അവിടെ വളണ്ടിയേഴ്സിന്റെ ക്യാമ്പിൽ പോയി, അപ്പോൾ വളണ്ടിയേഴ്സിനോടൊപ്പം പണിയെടുക്കുന്നത് അന്നത്തെ മന്ത്രിയായ അഹമ്മദ് കുരിക്കളാണ്. ഞാൻ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഹാളിൽ പോയി, ആ ഭക്ഷണത്തിന് പാത്രം കഴുകുന്നത് അന്നത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഖജാൻജിയായ MK ഹാജി സാഹിബാണ്. ഞാൻ സ്റ്റേജിൽ കയറി ഇന്ന് പ്രസംഗിക്കാൻ തുടങ്ങി, എന്നെപ്പോലൊരു സാധാരണക്കാരന്റെ പ്രസംഗം പെടുത്തുന്നത് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായ CH മുഹമ്മദ് കോയ സാഹിബ്. ഇത് നേതൃത്വത്തിന്റെ ചെറുപ്പമല്ല, വലുപ്പമാണ് കാണിക്കുന്നത്. വികാരത്തിന് അടിമപ്പെടാതെ സമൂഹത്തെ നയിക്കുമ്പോഴും സമൂഹത്തോടൊപ്പം നടക്കുവാൻ കാണിച്ച വലുപ്പം, ആ നടക്കാൻ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി പലപ്പോഴും സമൂഹത്തിന്റെ വികാരത്തിന് കടിഞ്ഞാണിടാൻ കാണിച്ച വലുപ്പം, ആ വലുപ്പത്തിന് പലപ്പോഴും ചിലപ്പോഴെങ്കിലും
വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് ആദ്യകാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്മായിൽ സാഹിബിനും സീതി സാഹിബിനും വില കൊടുക്കേണ്ടി വന്നത്. അവരെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? അവസാനം സീതി സാഹിബ് എന്ന ആ ബുദ്ധിജീവി, സാധാരണ ബ്രിട്ടീഷുകാരുടെ പണിയാണ് എന്ത്, അവർക്ക് ആദ്യം നശിപ്പിക്കാൻ ശ്രമിക്കും, നശിപ്പിച്ചിട്ട് നശിപ്പിക്കാൻ അത് കണ്ടാൽ സ്വന്തക്കാരനാക്കാൻ വേണ്ടി ശ്രമിക്കും. മന്ത്രിസ്ഥാനം കൊടുക്കാന്നാ പറഞ്ഞത്. മുസ്ലിം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏകദേശ സ്ഥാനമുള്ള വിദ്യാഭ്യാസ ഓഫീസറായി ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഉദ്യോഗം വഹിച്ചാൽ മുസ്ലിം സമുദായത്തിന് ഒരുപാട് നന്മകൾ ചെയ്യാമല്ലോ എന്നാണ് KM സീതി സാഹിബിനോട് പറഞ്ഞത്. സീതി സാഹിബ് പറഞ്ഞത്, ബ്രിട്ടീഷുകാരുടെ ഒരു ഉദ്യോഗസ്ഥനായി സമുദായത്തെ സേവിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല, ഞാൻ പുറത്തു നിന്ന് സേവിച്ചു കൊള്ളാമെന്നാണ്. അതൊരു ആർജവമാണ്. അതേപോലെയുള്ളൊരു ആർജവം നമുക്ക് പിന്നീട് കാണുക മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ്. ആരെന്ന് പറഞ്ഞാലും 1992 ഡിസംബർ മാസം 6-ാം തീയതി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നാധിഷ്ഠിതമായൊരു സമയമാണ്. മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം ഇരട്ടിയും ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിരിക്കുകയാണ്. അന്ന് ഭരണത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ സഖ്യകക്ഷിയാണ് മുസ്ലിം ലീഗ്. കേരളത്തിലും അങ്ങനെ തന്നെ. പൊതുവായി മുസ്ലിം വികാരം മുഴുവനും മുസ്ലിങ്ങൾക്ക് ഇവരെല്ലാവരും ആ സഖ്യം പൊളിക്കണമെന്നാണ്. ഇതിനധികം പൊതുവികാരം പറയേണ്ടതില്ലല്ലോ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് അടക്കം ആ വികാരത്തോടൊപ്പമാണ്. വലിയ വില കൊടുക്കേണ്ടി വരും ചില തീരുമാനങ്ങൾക്ക്. പക്ഷേ അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ പ്രൊആക്റ്റീവായിട്ടുള്ള ആളുകൾക്കേ കഴിയൂ. ആ തീരുമാനമാണ് കൊടപ്പനക്കൽ നിന്ന് നമ്മൾ പുറത്തു കേട്ടത്. മുസ്ലിം ലീഗ് ഭരണകക്ഷിയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ അനീതിക്കെതിരെ പോരാടുകയും കലാപമുണ്ടാക്കാൻ സമുദായത്തെയും സമൂഹത്തെയും അനുവദിക്കാത്ത രൂപത്തിൽ ഉള്ള സാമൂഹ്യ സുരക്ഷാ സംവിധാനത്തിന് മുന്നിൽ നിൽക്കുകയും ചെയ്യുമെന്ന തീരുമാനം. ആ തീരുമാനം, അതിൻ്റെ വില നമ്മൾ ഇന്നും അറിയുന്നു. 1975 മുസ്ലിം ലീഗ് സങ്കടകരമായ രൂപത്തിൽ രണ്ടായി പിരിഞ്ഞു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായി. പൂക്കോയത്തങ്ങളുടെയും CH മുഹമ്മദ് കോയ സാഹിബിന്റെയും നേതൃത്വത്തിൽ ഔദ്യോഗികമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായപ്പോൾ മറുപക്ഷത്ത് അവരെക്കാൾ പലപ്പോഴും രാഷ്ട്രീയമായി പാരമ്പര്യമുള്ള എന്ന് പറയാൻ കഴിയുന്ന MK ഹാജിയെയും CP ചെറിയ മമ്മൂക്കയെയും പോലുള്ള ആളുകളാണ്. പക്ഷേ നേതൃത്വവും സംഘടനയും എവിടെയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള മുന്നോട്ടുള്ള പോക്കുണ്ടായി. 2 പത്രങ്ങളുണ്ടായി, പ്രവർത്തനങ്ങളുണ്ടായി, എല്ലാം ഉണ്ടായി. ഞാനതിൻ്റെ രാഷ്ട്രീയം ചെയ്യുകയല്ല. അന്ന് രണ്ടിലും പെട്ടവർ ചിലപ്പോൾ ഉണ്ടാകും. അപ്പോഴാണ് 1977 അടിയന്തരാവസ്ഥ വരുന്നത്. ആ അടിയന്തരാവസ്ഥയുടെ സമയത്ത് രാഷ്ട്രീയ എതിരാളികളെയെല്ലാം പൊതുവെ ജയിലിൽ പോകുന്ന അവസ്ഥയുണ്ടായി. അന്നത്തെ അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരിൽ പലരും ജയിലിൽ പോയി. അങ്ങനെ ജയിലിൽ പോയ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് എൻ്റെ സ്വന്തം എളാപ്പ അഡ്വക്കേറ്റ് M മൊയ്തീൻകുട്ടി ഹാജി. അദ്ദേഹം മങ്കട മുസ്ലിം ലീഗിന്റെ അവിഭക്ത മുസ്ലിം ലീഗിന്റെ MLA ആയിരുന്നു. പിന്നെ ലീഗ് വിഭജിക്കപ്പെട്ടപ്പോൾ അഖിലേന്ത്യാ മുസ്ലിം ലീഗിൽ പോവുകയാണ് അദ്ദേഹം ചെയ്തത്. എൻ്റെ ഉപ്പാൻ്റെ അനിയൻ. അങ്ങനെ ഈ ജയിലിൽ പോയ സന്ദർഭത്തിൽ അന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ ആളുകളുണ്ടായി, ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകളുണ്ടായി, RSSന്റെയും ജനസംഘത്തിന്റെയും ആളുകളുണ്ടായി. അങ്ങനെ എല്ലാവരെയും സ്വാഭാവികമായിട്ടും അടിയന്തരാവസ്ഥയാണല്ലോ. ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പുണ്ടായി. ആ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ ആളുകൾ വേദികൾ തോറും പ്രസംഗിക്കാൻ തുടങ്ങി. ജയിലിൽ വെച്ച് ഞാൻ കൊതു എടുക്കുമ്പോൾ വെള്ളം ഒഴിച്ചു തന്നത് RSSന്റെ ആളുകൾ. അന്ന് സഖ്യം ജനസംഘവുമായിട്ടാണ് സഖ്യം അഖിലേന്ത്യാ തലത്തിൽ. അന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി
അതിൽ ജനതാ പാർട്ടിയുണ്ട്. ജനതാ പാർട്ടിയിലെ ആളുകളിൽ പലരും ആ പഴയ ജനസംഘത്തിന്റെ ആളുകളുണ്ട്. സ്വാഭാവികമായും ആ സഖ്യത്തിലായിരുന്നു അഖിലേന്ത്യാ മുസ്ലിം ലീഗ്. അതിൻ്റെ ആളുകൾ പ്രസംഗിച്ചു, ഞങ്ങൾക്ക് ജയിലിൽ വെച്ച് വെള്ളമൊഴിച്ചു തന്ന ഉതുവെടുക്കാൻ വെള്ളമൊഴിച്ചു തന്നത് ജനസംഘത്തിന്റെ ആളുകളാണ്. അന്ന് CH പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ആ വർത്തമാനം ഇന്നും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ബഹറിൽ മുസല്ലയിട്ട് നമസ്കരിക്കേണ്ടി വന്നാലും ഞാൻ RSSകാരനെ വിശ്വസിക്കുകയില്ല എന്നാണ്. ഇന്നത്തെ ഇന്ത്യൻ മുസ്ലിം ആ വർത്തമാനത്തിന്റെ അർത്ഥം മനസ്സിലാക്കുകയാണ്. ആ അർത്ഥം മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത്. അർത്ഥം മനസ്സിലാക്കേണ്ടിടത്താണ് നമ്മൾ നിൽക്കുന്നത്. വല്ലാത്തൊരു ചരിത്ര സന്ധിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ചരിത്രത്തിൽ വലിയ തീരുമാനങ്ങൾ ആവശ്യമുള്ള ചില ചരിത്ര സന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അതേ രൂപത്തിലുള്ളൊരു ചരിത്ര സന്ധി. ആ ചരിത്രസന്ധിയുടെ പ്രശ്നവും അതിൻ്റെ പ്രയാസങ്ങളും ഒന്നും നിങ്ങളോട് പങ്കുവെക്കേണ്ടതില്ല. നിങ്ങൾ അറിയുന്നത്, നമ്മളെല്ലാം സ്നേഹിച്ച നമ്മുടെ നാട്, ഈ നാടിന് വേണ്ടിയാണ്, നാടിൻ്റെ സംസ്കാരത്തിന് വേണ്ടിയാണ്, നാടിൻ്റെ ബഹുസ്വരതയ്ക്ക് വേണ്ടിയാണ്, നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്, നാടിൻ്റെ നന്മക്ക് വേണ്ടിയാണ് നമ്മുടെ പൂർവ്വ പിതാക്കൾ ജീവിച്ചത്. അവർ അവരുടെ ചോര നൽകിയത്, അവർ അവരുടെ അറിവ് നൽകിയത്, അവർ അവരുടെ ജീവൻ നൽകിയത് എല്ലാം. ഇന്ത്യയിലെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദേശസ്നേഹവും ദേശത്തോടുള്ള കൂറും കടപ്പാടും ഒന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യ, ആ നാടിനെയാണ് പുതിയ അച്ചിൽ വാർത്തുകൊണ്ട് ഒരു വികൃതമായ, ഒരു വിലക്ഷണമായ ഒരു നാടാക്കി തീർക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നത്. ഇത് 1857 ആവർത്തനമാണ്. പുതിയ സർ സയ്യിദ് അഹമ്മദ് ഖാൻമാരെ ആവശ്യപ്പെടുന്ന കാലം. 1906 ആവർത്തനമാണ്. പുതിയ മൗലാന മുഹമ്മദ് അലിമാരെ ആവശ്യപ്പെടുന്ന കാലം. 1948 പുതിയ ആവർത്തനമാണ്. പുതിയ ഖായിദെ മില്ലത്തിനെയും KMCD സാഹിബിനെയും ആവശ്യപ്പെടുന്ന കാലം. ആ ആവർത്തനത്തിന്റെ സമയത്ത് നമ്മളറിയാതെ 1992 ഡിസംബർ 6 ശേഷമുള്ള അവസ്ഥയെ ആവർത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ സമൂഹത്തിനകത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ശിഹാബ് തങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് ആവശ്യമുള്ള കാലം. ആ കാലത്ത് സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, ആ സമുദായത്തിന്റെ നന്മക്ക് വേണ്ടി ഒരുമിക്കുവാൻ, ആ നന്മക്ക് വേണ്ടി ഒരുമിച്ച് ഒരേപോലെ സംസാരിക്കുവാൻ, ആ നന്മയുടെ ഭൂമികയിൽ ഒരേ മനസ്സോടുകൂടി നിൽക്കുവാൻ, അത് മതപരമായ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഈ വരവിൽ പോലും എൻ്റെ ഒരു സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ, മതരംഗത്തിലുള്ള ആളാണ്, ഞാൻ വർത്താനത്തിനിടക്ക് പറഞ്ഞത്, ആരും രാഷ്ട്രീയത്തിൽ പരലോകത്ത് കൂലിട്ടാൻ വേണ്ടി പോലില്ലല്ലോ എന്ന്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ നടത്തിയൊരു അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യത്തിന് വേണ്ടി നടത്തിയൊരു ചെറിയ കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സ്വാഭാവികമാണ്, സാമൂഹ്യ ജീവികൾ എന്നുള്ള നിലക്ക് അബദ്ധങ്ങൾ എല്ലാവർക്കും വരും. പക്ഷേ നമ്മുടെ നേതാക്കന്മാരെല്ലാം രാഷ്ട്രീയത്തെ അവരുടെ മതമായി കണ്ടവരായിരുന്നു. നാളെ പടച്ചോന്റെ മുന്നിൽ ഞാൻ എന്താ മറുപടി പറയാന്നാണ് ഇസ്മായിൽ സാഹിബ് ചോദിച്ചത്. എനിക്ക് അള്ളാന്റെ മുന്നിൽ മറുപടി പറയാൻ വാക്കുകളുണ്ട് എന്നാണ് ഭരണത്തിന്റെ കൊട്ടാരത്തിൽ നിന്ന് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നപ്പോ CH മുഹമ്മദ് കോയ സാഹിബ് ചോദിച്ചത്. അതേപോലെ തന്നെ ലീഗ് ഭിന്നിച്ച സന്ദർഭത്തിൽ MK ഹാജി സാഹിബിന്റെ അടുക്കലേക്ക് പോയിക്കൊണ്ട് സംസാരിച്ചൊരു വലിയ വർത്തക പ്രമാണിയെക്കുറിച്ച് പറയാറുണ്ട്. ആദ്യം CH മുഹമ്മദ് കോയ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചിരുന്നയാൾ അന്ന് കോഴിക്കോട് വെച്ച് നടക്കുന്ന മുസ്ലിം ലീഗ് സമ്മേളനത്തിന് ലോറികൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തയാൾ. ലോറികൾ
സ്വാഭാവികമായിട്ട് സമ്മേളനത്തിന് ആളുകൾക്ക് പോകാൻ വേണ്ടി തൻ്റെ ലോറി വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞയാൾ ഇടക്കുണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹം അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ പാളയത്തിലെത്തി. സമ്മേളനം നടന്നിട്ടില്ല. അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ പാളയത്തിലെത്തിയപ്പോൾ MK ഹാജിയോട് അദ്ദേഹം പോയി ചോദിച്ചത്രേ, ഞാനിവർക്ക് ലോറി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താ ചെയ്യുക? MK ഹാജിയുടെ കണ്ണ് ചുവന്നു എന്നാണ് പറയുന്നത്. MK ഹാജിയുടെ കണ്ണ് ചുവന്നു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചത്, നീ എങ്ങനെ ലോറി കൊടുക്കുക എന്നല്ല, മറിച്ച് നിനക്ക് എങ്ങനെ ഈ ചോദ്യം ചോദിക്കാൻ തോന്നിയെന്നാണ്. നീ ഒരു കൂട്ടരോട് വാഗ്ദാനം ചെയ്തിട്ട് നിന്റെ രാഷ്ട്രീയ പാർട്ടി മാറി എന്ന് പറഞ്ഞിട്ട് ആ വാഗ്ദാനം ലംഘിച്ചാൽ നീ അള്ളാഹുവിൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരില്ലേ? നീ മുനാഫിക്കാകൂലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. തീർച്ചയായും നമ്മുടെ നേതൃത്വം കണ്ടത് അങ്ങനെയാണ്. ആ രൂപത്തിലുള്ള ഇച്ഛാശക്തിയോടുകൂടി പരലോകബോധത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ സമൂഹം നമുക്ക് മുന്നിൽ വരും. നമുക്ക് തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകണമെങ്കിൽ അതുണ്ടാകണം. ഒപ്പം തന്നെ ഇപ്പറഞ്ഞ നേതാക്കന്മാർ കടന്നുപോയ വഴികളിലൂടെ പോകുമ്പോൾ അവർ നേടിയെടുത്ത ആർജവവും ആദർശബോധവും നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. സുഭദ്ര ജോഷി ഒരു കോൺഗ്രസ്സുകാരിയാണ്. സുഭദ്ര ജോഷി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന സെക്കുലർ ഡെമോക്രസി എന്ന പത്രത്തിൻ്റെ പത്രാധിപയാണ്. അവർ ഒരിക്കൽ തൻ്റെ പത്രാധിപ കുറിപ്പിൽ എഴുതി, മുഹമ്മദ് ഇസ്മായിലിനെ പോലെയുള്ള ആളുകൾ കോൺഗ്രസിനെ കീഴടക്കണം. എന്തുകൊണ്ടെന്നാൽ ഇന്ന് കോൺഗ്രസ്സിലുള്ളവർ കോൺഗ്രസ്സിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്നാണ് നോക്കുന്നത്. മുഹമ്മദ് ഇസ്മായിലാകട്ടെ സമൂഹത്തിന് എന്ത് കൊടുക്കാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത്. അത്തരം ആളുകൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വന്ന് കോൺഗ്രസിനെ കീഴടക്കിയാലേ കോൺഗ്രസ് ശരിയാകൂ. എന്നിട്ട് അവർ പറഞ്ഞു, മുഹമ്മദ് ഇസ്മായിലിനോട് ഇന്ത്യയുടെ ഉന്നതമായ പ്രസിഡന്റ് സ്ഥാനം നിങ്ങൾക്ക് തരാമെന്ന് ആരെങ്കിലും പറഞ്ഞു എന്ന് വിചാരിക്കുക. സമൃദ്ധമായ താടിയിൽ തടവിക്കൊണ്ട് അദ്ദേഹം തിരിച്ചു ചോദിക്കും, എങ്കിൽ എൻ്റെ സമുദായത്തിന് എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന്. ഈ ചോദ്യം ഇത് മുസ്ലിം ലീഗുകാരിയല്ലാത്ത ഒരാളുടെ നമ്മുടെ നേതാവിനെ കണ്ടുകൊണ്ടുള്ള ഉത്തരമാണ്. അതാണ് നമ്മൾ പഠിക്കേണ്ട വലിയ പാഠം. അവിടെയാണ് ഈ അടുത്ത് മരണപ്പെട്ട ഈ അഹമ്മദ് സാഹിബിനെ പോലെയുള്ള ആളുകൾ എത്തിച്ചേർന്ന വലിയ വലുപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വട്ടപൂജ്യത്തിൽ നിന്നിരുന്ന ഒരു സമുദായത്തിൻ്റെ പ്രതിനിധിയായി കേരളത്തിലെ ഒരു ചെറിയ കേരളം എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യയുടെ മാപ്പിൽ ഒരു കേവലം വര മാത്രമാണ്. അങ്ങനെയുള്ള കേരളത്തിലെ മഞ്ചേരി നിയോജക മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി മുസ്ലിം ലീഗ് എന്ന ദേശീയമായി അംഗീകാരം പോലും ഇല്ലാത്ത കേരളത്തിലെ മാത്രമെന്ന് പറയാൻ കഴിയുന്ന രാഷ്ട്രീയ കക്ഷിയുടെ അംഗമായി, പക്ഷേ ഇന്ത്യ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് 11 തവണ ഐക്യരാഷ്ട്രസഭയിൽ ഘോരമായ ശബ്ദം മുഴക്കാൻ കഴിഞ്ഞ മഹാപ്രതിഭയായി തീരാൻ അഹമ്മദ് സാഹിബിന് സാധിക്കുമ്പോൾ നമുക്ക് വലിയ പാഠം തരുന്നുണ്ടത്. ജനാധിപത്യം എന്ന അതിശക്തമായ ആയുധത്തെ ഭരണഘടന എന്ന അതിശക്തമായ ആയുധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യത്തെ എങ്ങനെ നിലനിർത്താൻ നമുക്ക് സാധിക്കുമെന്ന്. അതാണ് ആ ജനാധിപത്യത്തിലൂടെ ഭരണഘടനയിലൂടെ ഏതൊക്കെ പുരോഗതിയിലേക്ക് മുസ്ലിമിന് നടന്നു കയറാൻ കഴിയുമെന്ന്. ആ പാഠമാണ് പുതിയ കാലത്ത് നമ്മൾ പഠിക്കേണ്ടത്. വികാരത്തിൻ്റെ പാഠങ്ങളല്ല, വിവേകത്തിൻ്റെ പാഠങ്ങൾ. ആ പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ സമുദായത്തിന് സവിശേഷമായ അസ്തിത്വം ഉണ്ടാകുന്നതും നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തലയെടുപ്പോടുകൂടി നമുക്ക് നിൽക്കാൻ സാധിക്കുന്നതും. അങ്ങനെ വിവേകത്തിൻ്റെ പാഠങ്ങളുമായി പൂർവകാല നേതാക്കൾ വരച്ചു കാണിച്ചു തന്ന പാതയിലൂടെ കടന്നുപോയി സമുദായത്തിന്, സമൂഹത്തിന്, ആദർശത്തിന് എല്ലാം നന്മ ചെയ്ത് സമുദായത്തെ ഇത്തരം സന്നിഗ്ധമായ ഘട്ടങ്ങളിൽ കൈപിടിച്ച് നന്മയുടെ പുരോഗതിയുടെ പാതയിലേക്ക്
കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോയി. അവസാനം സംതൃപ്തമായ മനസ്സോടുകൂടി മരണപ്പെടാൻ, അങ്ങനെ തൃപ്തിപ്പെട്ട, തങ്ങൾ കണ്ട സമുദായത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചത് കണ്ടും കാണാതെയും മരണപ്പെട്ട മഹാന്മാരായ നേതാക്കന്മാർ നടന്നുപോയ വഴിയിലൂടെ നടന്നുപോയി. അവർക്കും നമുക്കും ഒരുമിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗലോകത്തിൽ ഒരുമിച്ച് ചേരാൻ സാധിക്കണം. അതിന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.